ഓൺ ഓഫ്. പറഞ്ഞു എന്താണ് പ്രശ്നം? അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എടാ ഇപ്പൊ ഉണ്ടല്ലോ മാറിയിട്ട് ഈസ് ഡെഡ് എന്നൊക്കെയാ പറയുന്നത്. ഇതാരാ പറഞ്ഞത്? അത് പുതിയതാ. ഇതൊരുമാതിരി മറ്റേ ഈ ഇപ്പോഴത്തെ ചില പാട്ടുകൾ എല്ലാ സമയത്തും ഉണ്ട്. അത് ജാസി ഗിഫ്റ്റ് പാട്ടായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും പാട്ടിനെ കൊന്നു എന്ന് പറയുന്ന പരിപാടി വന്ന ഓർമ്മയില്ലേ? റാപ്പ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ പാട്ടാണെന്നൊക്കെ ചോദിക്കുന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ ഇതങ്ങ് ഈ വിഷമമുള്ളവർ അങ്ങ് പറയുള്ളൂ. മനസ്സിലാണോ? ഇത് പേടിച്ചിട്ടൊക്കെ പറയുന്നതായിരിക്കും. അല്ലാതെ എന്താ എനിക്ക് മനസ്സിലായില്ല. ആര് പറഞ്ഞെന്ന് പറയണം. ഒരു സിന്തറ്റിക് വേണ്ട അതിന്റെ പേര്. സിന്തറ്റിക് ചെയ്യോ? ഇനി വേറെ അതിന്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും വന്നു എന്നാണോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റംസ് ഓർ ഔട്ട്പുട്ട്സ് ദാറ്റ് ആർ ക്രിയേറ്റഡ് റാദർ ദാൻ ഓർഗാനിക്കലി ഡിറൈവ്ഡ് ഓഫൻ ത്രൂ ദ യൂസ് ഓഫ് ജനറേറ്റഡ് അൽഗോരിതംസ് ആൻഡ് സിമുലേഷൻസ്. This encompasses synthetic data which is artificially generated to mimic real world data for AI training and privacy, and synthetic content generation where AI creates new text, images and other creative outputs. The core concept is the creation of something new where the data or content that has realistic characteristics and patterns from real world sources but is generated entirely by a machine. ഇപ്പം ഇതാ പറയുന്നത്. ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട്, പുതിയതാണ്. എന്തെങ്കിലും വരട്ടെ, എല്ലാം നല്ലതിനാ. റോബോട്ടിക്സ് വരുന്നെന്ന് പറയുന്നു. സംഭവിച്ചെല്ലാം നല്ലതന്നെ. അയ്യോ വേണ്ട, അയ്യോ അത് ഭയങ്കരമാണ്. ഈ റോബോട്ടിക്സ് ഇവിടെ റോബോട്ട് നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്ന കാപ്പി ഉണ്ടാക്കുന്ന മെഷീൻ ഒക്കെ ഇല്ലേ, അത് കാപ്പി ഉണ്ടാക്കുന്ന റോബോട്ട്. നമ്മൾ റോബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. വീട്ടിൽ വന്ന് റോബോട്ട് പണിയെടുക്കുന്നൊക്കെ പോലത്തെ ഒരു ഐഡിയയിലായിരിക്കുന്നത്. തുണിയൊക്കെ അലക്കി ഉണക്കി റോബോട്ട് എന്ന് പറഞ്ഞാൽ ആളിങ്ങ് വരും എന്നുള്ള പോലത്തെ ഒരു സാധനത്തിലാണ് റോബോട്ട്. നിങ്ങൾ തുണി അലക്കും അങ്ങനെ. ഇവിടെ മെഷീന് കഴുകി ഉണക്കി ഒന്ന് വിരിക്കണം. അതിന് റോബോട്ട് വരുമ്പോഴേ നമ്മൾ റോബോട്ടാണെന്ന് വിശ്വസിക്കത്തുള്ളൂ. സംവിധാനം അപ്പോഴും റോബോട്ടാന്ന് മനസ്സിലാവില്ല. തുണി വിരിക്കുന്ന ഒരു സാധനം, വേറൊരു മെഷീൻ. ഇതെല്ലാം കൂടെ ഒറ്റ എണ്ണത്തിൽ വരുന്നതാണ് റോബോട്ട്. മനുഷ്യനെ പോലത്തെ രൂപത്തിൽ സാധനം വരുന്നത്. അവർ പറ്റിക്കുകയും ചെയ്യും. ഇവന്മാർ എന്ത് ചെയ്യുന്നത്, ഇവന്മാർ മറ്റേ വീഡിയോ ഒക്കെ ഇട്ട് പറ്റിക്കും. മറ്റേ പോലീസുകാരനായിട്ട് റോബോട്ട് വന്നൊക്കെ പറയുമ്പോൾ ഇതാണ് റോബോട്ട്. മനസ്സിലായി? ഈ മെഷീനില്ലേ, അതായത് കാറ്, കൊക്കക്കോള, ഇതുപോലെ എല്ലാ കമ്പനി, ഇവിടെ സോഡ കമ്പനി വരെ ഇപ്പൊ റോബോട്ടാ. എല്ലാം പാക്ക് ചെയ്ത് വിടുന്നത് റോബോട്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഈ മറ്റേ കാർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലേ ഫാക്ടറിയിൽ? മനുഷ്യൻ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. കൊക്കക്കോളയുടെ ഇതിന്റെ യൂട്യൂബിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് മനുഷ്യർ ഇല്ലെന്നൊക്കെ പറയുന്നത്. വളരെ കുറച്ച് കാറും സ്വന്തമായിട്ട് ഓടുകയാണല്ലോ. കാർ ഓടുക, സ്വന്തമായിട്ട് ഓടുന്ന കാർ അതിനകത്ത് ഇരിക്കണം ഇങ്ങനെ. മറ്റേത് അത് ഈ വണ്ടി ഓടിക്കുന്ന റോബോട്ട് വന്നാലേ വിശ്വസിക്കത്തുള്ളൂ. അല്ല, അത് വിശ്വസിക്കുള്ളൂ. ഇനിയിപ്പോ വേറെ കാര്യം സംഭവിക്കാന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെ ചെയ്തേ അവസാനം എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ കാറിനകത്ത് വേറൊരു റോബോട്ടിനെ ഇരുത്തി വണ്ടി ഓടിക്കുന്നത്. കാറും അല്ലെന്ന് മനുഷ്യൻ പോലും ഉണ്ടാവില്ല ചിലപ്പോൾ വണ്ടിയിൽ. കാർ മാത്രം റോബോട്ടും കൂടെ പോകുന്നു. അങ്ങനെ ആക്കണം. അങ്ങനെ ആക്കുവാണോ അങ്ങ് മുന്നോട്ട് പോയി അങ്ങനെ റോബോട്ട് തന്നെ തിന്ന് തൂറി ഇവിടെ അങ്ങ് റെഡി ആയിക്കോളൂ. അത് ആരും മരിക്കത്തില്ല. കുറച്ച് റോബോട്ടിനെ മാത്രം വെച്ചാൽ പ്രകൃതിക്ക് നല്ലതാന്ന് തോന്നുന്നു അല്ലേ? നല്ലതായിരിക്കും. മനുഷ്യനെ അങ്ങ് തീർക്കുക. എന്റെ ആഗ്രഹം അതാണ്. ഞാനും മനുഷ്യനെ ഈ മറ്റേ വികാരങ്ങളൊക്കെ വേറെ തരത്തിലാവുക. ഇനി എല്ലാം മാറുമല്ലേ, മനുഷ്യന്റെ സ്വഭാവമൊക്കെ മാറുമല്ലേ? മനുഷ്യന്റെ സ്വഭാവം മാറുക, രൂപം മാറും, ഭാവം മാറും, എല്ലാം മാറും. എവിടെയും ഇരിക്കലായിരിക്കും കൂടുതൽ. കിടന്നാ മതി. കിടപ്പായിരിക്കും. എഴുന്നേറ്റൊന്നും നിൽക്കണമെന്ന് തോന്നത്തില്ല. എന്തിനാടാ എഴുന്നേറ്റിട്ട്? നമ്മളൊക്കെ മനുഷ്യരാണ്, റോബോട്ടുകളല്ല എന്ന് പറയുന്നൊരവസ്ഥയാണ്. ഞാനും ദേവേന്ദ്ര മാഷും ദേവരാജൻ മാസ്റ്ററും മാഷ് വേറെ ദേവരാജ മാഷും അയ്യോ ജഗദീശ്വരന്റെ എടോ ഈ ഈ ദൈവം ഇല്ലേ, ഞാനിങ്ങനെ ആലോചിക്കാൻ ഈ പള്ളിയൊക്കെ വലിയ പള്ളിയിലൊക്കെ ആളങ്ങ് കൂടുവാണേ. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്തോ കൂടുതൽ ഉണ്ടാകും എന്ന് ഇവരെ ആരോ പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കോ വേറെ കുറെ ആൾക്കാർ. ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ പറയുന്നത് ഒരു ബിൽഡിങ്ങോ എന്തോ ആയിക്കോട്ടെ, എന്തോ സാധനം പണിത് വെച്ചിട്ട് ശബരിമലയോ അമ്പലം പള്ളി എല്ലാം പിന്നെ അങ്ങ് ഭയങ്കര തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രത്യേകതര സ്ഥാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കത്തില്ലേ. ഈ മറ്റേ ഇവർക്ക് ഇത് പറഞ്ഞാലും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അതാ വേറൊരു കോമഡി. കൃപാസനം പത്രം അരച്ച് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും എന്ന് വിശ്വസിച്ച് ആ പത്രത്തിനോട് പ്രാർത്ഥിക്കുകയും ആ പത്രം എന്തോ ഭയങ്കര ദിവ്യമായ എന്തോ എന്നാണെന്ന് പറയുമ്പോൾ അത് മനസ്സിലാവുന്ന ആൾക്കാരില്ല. അതിനകത്ത് കുറച്ച് പേരുണ്ട്. അത് കുറച്ച് മനസ്സിലാവും. പക്ഷെ അവര് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും. കൃപാസനത്തിൽ പോലെ തന്നെയാണ്
പിന്നെ വേറെ കൂടോത്രം കണ്ടാ പറയും ഏതോ മന്ത്രവാദം കണ്ടാ പറയും അതൊന്നും ശരിയല്ല, ഇതാ കറക്റ്റ്, ഇതാണ് സൂപ്പർ എന്ന് പറയുന്ന പരിപാടിയാണ്. പിന്നെ അങ്ങ് പോയി എറിഞ്ഞ് കല്ലെറിയുന്ന സീനൊക്കെ ഇല്ലേ മുസ്ലിംസ് ഒക്കെ കൂടെ, മക്കമദീനയിലൊക്കെ ട്രിപ്പ് പോവുക, അങ്ങനെ ചെയ്യുന്ന പരിപാടി അവിടെ കൂടുതൽ എന്തോ ഉണ്ടല്ലോ. അതെ അതെ. പിന്നെ ഡയറ്റ് ചെയ്യുക, ഇങ്ങനെ കുറെ പരിപാടി, ഫാസ്റ്റിംഗ് അല്ലല്ലോ, ഫാസ്റ്റിംഗ്, ഇതെല്ലാം ചെയ്യുമ്പോഴേ വേറെ ഈ കല്ലെറിയാനൊക്കെ പോണത് പോലത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കും. ലോകത്തുള്ള മനുഷ്യർ എവിടെ എന്ത് വേണേ അതെല്ലാം ഒന്നാ, അതാ പറഞ്ഞത്, ഇതെല്ലാം ഒന്നാ. ഇത് ഇങ്ങനെ ഇപ്പൊ നമ്മൾ അത് പറഞ്ഞാൽ അല്ല, ഇവിടുന്ന് മറ്റേ കേരളത്തിൽ നിന്ന് മറ്റേ ജെറുസലേമിലോട്ട് തീർത്ഥാടനമുണ്ട് ഞാൻ പറയുന്നത്, അതുണ്ട്. ഞാൻ പറയുന്നത് അറിയാടോ, നമ്മളിപ്പോ അതിനൊന്നും പോണ്ടാരും, പക്ഷെ ഇതുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കത്തില്ലേ. എന്നിട്ട് അവരിയ്ക്കുന്ന സ്ഥലത്തു നിന്ന് മാറി അവര് പ്രത്യേക ഒരു സ്ഥലത്ത് പോകാൻ തോന്നുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അവിടെ ചെന്നാൽ ഇത് കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ. ആ സാധനമാണ് പ്രശ്നം. അത് പ്രശ്നം എന്നാ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ദൈവത്തിനെ പറ്റിയുള്ള കൺസെപ്റ്റ് അപ്പൊ തെറ്റാ. ഇവർക്ക് അറിയത്തില്ല ദൈവം എന്നാണ്. ദൈവം ഇവർക്ക് അറിയത്തില്ല, ദൈവത്തിന്റെ പവർ അറിയത്തില്ല, ദൈവത്തെ പറ്റി ഒരു ധാരണയില്ല. കാരണം സർവജ്ഞാനി, സർവ്വവ്യാപി, സർവ്വശക്തൻ. ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ദൈവത്തെ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ആൾക്കാരാണ്. അങ്ങനെ അല്ലല്ല, അത് ഞാൻ പറയാം. അതായത് ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ ഏത് കാറ്റഗറി പെടുന്ന ദൈവത്തിന്റെ ആൾക്കാരും ആയിക്കോട്ടെ, ദൈവത്തെ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സിസ്റ്റത്തിനകത്തൂടെയാണ്. അപ്പോൾ ഇവർക്ക് ഈ നടത്തിപ്പുകാർക്ക് വളരെ സ്വാഭാവികമായിട്ട് ഇവർക്കൊരു മേൽക്കോയ്മ വരുന്നുണ്ട്. അപ്പൊ ഇവരെ ഇതിന്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ സാധനത്തിൽ വിശ്വാസം, പിന്നെ ചെറുപ്പത്തിലെ പഠിപ്പിക്കാനുള്ളത്, കുഞ്ഞായിരിക്കുമ്പോഴേ പഠിപ്പിച്ചാണല്ലോ വിടുന്നത്. അപ്പോൾ മാനസികമായിട്ട് ആ ഒരു മാനസികാവസ്ഥയിലോട്ട് എത്തും ആൾക്കാർ. അപ്പൊ ഇവരെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. ഇത് ഭയങ്കര സൈക്കോളജിക്കൽ പരിപാടിയാണ്. ഞാൻ പറഞ്ഞ അതല്ല, നമുക്ക് അവരിതൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, കഥയൊക്കെ പറഞ്ഞു, പലരും പല കഥ പറഞ്ഞു. അവരെല്ലാം പറയുന്ന കഥയ്ക്കകത്ത് കോമൺ ആയിട്ടുള്ളത് ഈ സൂപ്പർ പവർ, ഇതിനകത്ത് എന്തോ വേറൊരു ശക്തി ഉണ്ട്, ആ ശക്തിയാണ് എനർജി ഉണ്ട്, ആ ശക്തി എല്ലാത്തിനെയും കാണുകയും അറിയുകയും ക്രിയേറ്റ് ചെയ്തത്, ഇവിടെ നടക്കുന്ന എല്ലാം അറിയാവുന്നത്, ഓരോ അരമണി അറിയാവുന്നത്. അത് പറഞ്ഞപ്പോഴാ ക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസം സൈക്കോളജിസ്റ്റ് അത് ഇത് പറയട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്താന്നൊക്കെ അവർക്ക് അത് വിട്ടിട്ട് അവർ കളിക്കുന്നേ. മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഭാവം അതാ. നമ്മൾ അങ്ങനെ ഒരു സാധനം നമുക്ക് ഉണ്ടെന്ന് ഇവര് പലരും പറയുന്ന കേട്ടില്ലേ, അതൊന്നും ആയിരിക്കത്തില്ല, അതിലും വലുതെന്തോ ഒരു സാധനത്തിനകത്തിരിക്കുന്ന സംഭവം പറയത്തില്ലേ. അങ്ങനെ പറയുന്ന സാധനത്തിന്റെ സ്പെഷ്യൽ അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇതാ: സർവ്വശക്തനും സർവ്വവ്യാപിയും സർവ്വജ്ഞാനി, എല്ലാം അറിയുകയും ചെയ്യാം, എല്ലാത്തിനും ശക്തിയുണ്ട്, എല്ലായിടത്തും പ്രസന്റ് ആയിട്ടുള്ള ഒരാളെ കാണാൻ, അല്ലെ അതിനോടാണ് താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ താൻ ആ ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമില്ല. പോട്ടെ, അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുമില്ല നമ്മൾ വിചാരിച്ച. കാരണം നമ്മുടെ A to Z എല്ലാം ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് അതായത് സമയങ്ങൾ എന്താക്കണമെന്ന് മറ്റു ചുറ്റുപാട് വരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് എപ്പോൾ വേണേലും എന്ത് വേണേലും ചെയ്യാൻ ശക്തനുമായിട്ടുള്ള ഒരാളോട്, അത് ഏറ്റവും ശക്തനായ ഒരാളോടും ഏറ്റവും ബുദ്ധിമാനായ ആളോടും എല്ലായിടത്തും എല്ലാം കാണാവുന്ന ആളോടും പോയി ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയാൾക്കാണ് എല്ലാം അറിയാവുന്നത്, നമുക്ക് എന്തോ അറിയാവുന്നത്, നമ്മൾ അവിടെ ചെന്ന് പറയുക. നമുക്കൊന്നും അറിയത്തില്ല. ബോധമുണ്ടോ? വേറെ സാധനം ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ വൈറസിനെയും ബാക്ടീരിയ അടക്കമുള്ള എല്ലാം അയാൾക്ക് അറിയാന്നേ. എന്നിട്ട് പറയാം അതിനെ കൊല്ല് ഇതിനെ കൊല്ല്, എനിക്ക് മാത്രം സർവൈവ് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു മണ്ടൻ ജീവിയിലോ ഈ ഭൂമിയിൽ വേറെ കാണത്തില്ല. അത് കറക്റ്റാ. മറ്റു ജീവികൾക്ക് ഈ പ്രശ്നമില്ല. മനസ്സിലായോ? പ്രശ്നമില്ല. അവര് പോകുന്നത് ഇന്നൊക്കെ പോയി പേടിച്ചിട്ടേ എന്ത് വേണേ ആയിക്കോട്ടെ. വേറെ കാര്യമുണ്ട്, പേടിച്ച് തൂറിയിട്ടാണ് അവസാനം ദൈവത്തിനൊക്കെ പിടിക്കണത്. മനസ്സിലായില്ലേ? പേടി വരുന്ന സ്ഥലത്താണ് ഇവര് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തത്. നമ്മളെ പേടിപ്പിച്ചിട്ടാണ് ഈ സാധനം, ഏറ്റവും വലിയ സാധനം ഭയമാ. അതിനെയാണ് ഇവര് ഈ സാധനം വെച്ചിട്ടാണ് ഈ മരണഭയം ഇപ്പോഴും ഭയത്തെയാണ് ഇവര് ചൂഷണം ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? ആ ഭയങ്ങൾ മാറി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ സയൻസ് ഡെവലപ്പ് ചെയ്ത് ഇത്രയൊക്കെ ആയി, ഇപ്പൊ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ മരിച്ചാൽ മതി എന്നായി. മനസ്സിലായോ? എപ്പ മരിക്കും സീനല്ലെന്ന ആൾക്കാരുടെ ഒരു ധാരണ. ഇപ്പൊ മറ്റേ ഇതിലിടും ദയാവതം പോലത്തെ പരിപാടിയോട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റിലീജിയൻ ഔട്ടാവും. ഒരു മെജോറിറ്റി ഇനിയും തനിക്ക് മനസ്സിലായി ഫുൾ ജീവിത രീതി മാറിപ്പോകും. അത് പേടിച്ചിട്ടാണ് നമ്മുടെ ഈ രാജ്യത്ത് ഇത്രയും പോപ്പുലേഷൻ ഇരുന്നിട്ടും ഈ ഗതി കിട്ടാതെ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കൊല്ലാത്തതെന്നല്ല, അവർക്കൊരു ഡീസന്റ് ഡെത്ത് പോലും ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അത് ഈ റിലീജിയൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. റിലീജിയൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അബോർഷനെതിരാണ്, ഈ പറഞ്ഞ പോലെ എത്നേഷ്യക്കെതിരാണ്. ഇവരൊക്കെ ഇതിനൊക്കെ എതിരെ നിൽക്കുന്നത്? അല്ലെ, ഇവരാരാ? ഇവരുടെ മൊറാലിറ്റിയാണ് മനുഷ്യനായിരിക്കേണ്ട. ഇവരെന്ന് ശരിക്കും ഒരു മെജോറിറ്റി ആൾക്കാർ എന്തോ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരല്ലേ ഉള്ളൂ. ആ സാധനം വരുന്ന അവരെടുക്കണ്ടേ? അല്ല, ഇവർക്ക് ഈ ദൈവത്തിനോടൊപ്പം ഇവർ വേറെ കുറച്ച് സാധനങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറയാം, അതിനോടൊപ്പം ഉള്ള. പിന്നെ പോരാഞ്ഞിട്ട് ഇത്രയും ജനസംഖ്യയുള്ള രാജ്യത്ത് ഇങ്ങനെ മരണഭയവും ഇതുപോലത്തെ ഭീതിയൊക്കെ വെച്ചിട്ട് നിർത്തിയിട്ട് ട്രീറ്റ്മെന്റ് വന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ടെൻഷൻ അടിച്ച് നടക്കുന്ന മനുഷ്യർക്ക് ഇൻഷുറൻസ് ചിലവാകും, ബാങ്കിൽ ഇത് കിടക്കും. ഇതെല്ലാം ഇവിടെ നിൽക്കുന്ന പരിപാടിയാണ്. അവൻ കാട്ട പണിയെടുത്തുകൊണ്ടേയിരിക്കും. പണിയെടുക്കണം, എന്താണേലും പണിയൊക്കെ എടുക്കും. പക്ഷെ മറ്റേ സാധനങ്ങൾ ഉണ്ടല്ലോ, ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സ്വരുക്കൂട്ടുന്നവരുടെ എണ്ണമൊക്കെ കുറയോടും. അതൊരു പകുതിയാവും ചിലപ്പോൾ. പോട്ടെ, അത് സ്വരുക്കൂട്ടണ്ട. വീട്ടിലൊരാള്
ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാകുന്നതിന് മുമ്പ് എഴുതി വെച്ചേക്കുക, എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ എനിക്ക് യുത്തനേഷ്യ വേണം എന്ന് ഞാൻ എഴുതി വെച്ചേക്കുക എന്ന് വിചാരിക്കുക. എനിക്ക് ആ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഞാൻ അതിനകത്ത് വെൽ എക്സ്പ്ലെയിൻഡ് ആയിരിക്കും. എനിക്ക് കഴിക്കുന്നതിന് തന്നെ എഴുന്നേറ്റ് കഴിക്കാൻ പറ്റത്തില്ല, ഇറങ്ങാൻ പറ്റത്തില്ല, കിടന്ന കിടപ്പാണ്, സംസാരിക്കാനും പറ്റുന്നില്ലെന്ന് വിചാരിക്കുക. അങ്ങനത്തെ കണ്ടീഷനാണെങ്കിൽ സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞേക്കാം. അതും പറ്റത്തില്ലെങ്കിൽ എനിക്ക് മരണമാണ് വേണ്ടത്, അതിന് ഇന്ന ഒരു പ്രോസസ്സ് ഉണ്ടെന്നറിയാം, അത് എനിക്ക് തരണം എന്ന് പറയുമ്പോൾ അത് നടത്തി കൊടുക്കാനൊരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഈ ഭയങ്ങളൊക്കെ മാറ്റി ആ മറ്റേ ബിസിനസ്സുകാരനെ ഇവിടെ നിന്ന് പൊട്ടിച്ചേ പറ്റത്തുള്ളൂ. മറ്റേ ബിസിനസ്സുകാരൻ പൊട്ടിയില്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ, ഇവിടെ ഇതുപോലെ കിടക്കേണ്ടി വരും. ആ ബിസിനസ് അതുപോലെ തന്നെ ഇവരുടെ എന്റർടൈൻമെന്റ്, ഇവർ കൊടുക്കുന്ന എന്റർടൈൻമെന്റ് ഉണ്ട്. ഞായറാഴ്ച അവിടെ പോയി ഇവിടെ പോയി അങ്ങോട്ട് ട്രിപ്പ് അടിച്ച് ഇങ്ങോട്ട് ട്രിപ്പ് അടിച്ച് ആ എന്റർടൈൻമെന്റിന് കാശ് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമുള്ളത് ഹൈ ക്വാളിറ്റി എന്റർടൈൻമെന്റ്സ് ഇന്ത്യയിലോട്ട് കയറുന്നില്ല. നല്ല റേവ് നടക്കത്തില്ല, മറ്റ് ഈ പറഞ്ഞ പോലെ പബ്ബുകളൊന്നും അത്രയും അങ്ങോട്ട് ശരിയാകത്തില്ല. ഇതൊക്കെ ഒരു നെഗറ്റീവ് പോലത്തെ സാധനമാണെന്ന് പിള്ളേരെ തൊട്ട് പറഞ്ഞു പഠിപ്പിക്കും. ഇതിനകത്ത് എന്തോ ഇരിക്കുന്നത്, അവിടെ പോയാലും ഇവിടെ പോയാലും ഇവൻ കിടന്ന് തുള്ളും. പിന്നെ ഒരെണ്ണം ചിലർ പറയുന്നത് ഇപ്പോഴത്തെ ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് ഇല്ലാത്ത പാർട്ടികൾ എന്താ നടക്കാത്ത? ഡ്രഗ്സുകാർ മാത്രമേ പാർട്ടി നടത്താൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. പ്യൂർലി ഡ്രഗ്സ് അടിക്കാത്തവർക്ക് പാട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നവരില്ലേ? ഇഷ്ടംപോലെ. അവരൊന്ന് ഡാൻസ് കളിക്കത്തില്ലേ? കഥകളി നടന്നൊക്കെ ഇങ്ങനെ ഡ്രഗ് അഡിക്ട്സ് ആണോ? അങ്ങനെ കാണാൻ അങ്ങനെ കാണേണ്ടി വരും എല്ലാത്തിനും. ഇതൊക്കെ MDMA. അതെ, MDMA കുറച്ചൊരു സ്പീഡായിരിക്കും. ഇത് കഞ്ചാവ്. ഇങ്ങനെ ഇതൊക്കെ കാണാൻ അടിച്ചിട്ടുള്ളതിനെ മനസ്സിലാകത്തുള്ളൂ. ഇവൻ അടിച്ചിട്ട് കാണിച്ചാലേ അവനും മനസ്സിലാകത്തുള്ളൂ, കാണിച്ചാലും അടിച്ചാലും മനസ്സിലാകത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ധാരണയായിരിക്കുന്നത്. ഇവന്മാരുടെ പരിപാടി കൂട്ടാതുണ്ടല്ലോ, ഇവിടെ കൊണ്ട് കാശ് കൊടുത്തില്ലേ ഇത്തിരി വലിയ ബിൽഡിങ്ങുകൾ വരും. എന്നാൽ ആ സ്ഥലം ഒന്ന് ആലോചിക്കുക, കുറച്ചുകൂടി ബെറ്റർ പ്ലേസ്. ഇമാതിരി എന്റർടൈൻമെന്റ് ഒന്നും ആയിരിക്കത്തില്ല. പിന്നെ അതുമല്ല, അവിടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കുറച്ച് മോഡേൺ ആണെന്നൂടെ കരുതുക. അങ്ങനെയും കൂടെ ചെയ്താലുണ്ടല്ലോ മനുഷ്യൻ സമാധാനം, ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ മോളിൽ പോകും. ഇവിടെ പക്ഷേ ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യത്തില്ല. ഈ പറഞ്ഞ മണ്ടന്മാരാക്കി നിർത്തിയിട്ട് വളരെ കുറച്ച് പേർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന. അതായത് ഈ പറയുന്ന ഈ സിസ്റ്റം പഠിപ്പിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ പരീക്ഷണശാലയാണ്. ശത്രുവിനെ സ്നേഹിക്കാനാ പഠിപ്പിക്കുന്നത്. ശത്രു ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലേ? അല്ലാതെ ശത്രുവിനെ സ്നേഹിക്കാനാണോ പഠിക്കേണ്ടത്? അതെ അതെ. അപ്പൊ പഠിപ്പിക്കുന്നത് തെറ്റാ, ഈ പരിപാടി തെറ്റത്. പിന്നെ ഭയങ്കര ഫോർഗീവ്നെസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ വേണ്ടതാ, മനുഷ്യന് എല്ലാം വേണ്ടതാ. പക്ഷെ ഉണ്ടല്ലോ, ഈ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞ ഉടനെ പിന്നെ ചെന്നിട്ട് എനിക്ക് പലരും പറയുന്നുണ്ട്, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അങ്ങ് ക്ഷമിച്ചേക്കണം. അതെ, ക്ഷമിച്ചു, പിന്നെ എന്ത് ചെയ്യണം? ആലോചിക്ക്, ഇവിടെ പലരും പറയുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത്. അപ്പം അത് ഇനിയിപ്പോ പഴയത് അവരായിട്ട് ഒത്തുചേർന്ന് അത് പറ്റില്ല. അത് പറ്റത്തില്ലെന്നേ. അത് ഞാൻ ഒരുപാട് പേരോട് ഇവിടെ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരോട് സഹകരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഇങ്ങനെ സഹകരിക്കാൻ തോന്നുന്ന ആളോട് സഹകരിച്ചാൽ മതി. സഹകരിക്കാൻ പറ്റാത്ത ആൾക്കാരോട് സഹകരിക്കാൻ പറ്റുന്നതിന് അതിന്റെ കാരണം എനിക്ക് ഫോർഗീവ്നെസ് ഇല്ലാത്തല്ല. ഇവിടെ കിട്ടിയോ? ആ ഡീൽ ആളുമായിട്ട് പറ്റത്തില്ല. അത്രേ ഉള്ളൂ നമ്മൾ മനസ്സിൽ. ഇതൊക്കെ ഒരു ഡീലല്ലേ? അങ്ങനെയാണത്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഇവരുടെ തെറ്റിദ്ധാരണ എന്നാ ഇവിടെ മനുഷ്യനെ പറ്റി അത് വേറെ പറഞ്ഞാലേ ഫോർഗീവ്നെസ് എന്ന് പറയുന്ന സാധനത്തിനെ പറഞ്ഞു വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് പിന്നെ അങ്ങ് സ്നേഹവാ, തിരിച്ചങ്ങ് അതാണ് ഫോർഗീവ്നെസ്. അതല്ല അതിന് പിന്നെയും പ്രശ്നം വരും. എന്നാൽ നേരെ മറിച്ച് ഞാൻ വേറെ കാര്യം പറയട്ടെ. നമ്മൾ ആ പ്രശ്നത്തില് അയാളോട് നമുക്ക് പ്രശ്നമില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഇല്ലാത്ത ഒരാളോട് പ്രത്യേകം ചെന്ന് സ്നേഹക്കൂടുതൽ കാണിക്കാം. പിന്നെ അങ്ങ് അത് തന്നെ നിർബന്ധമൊന്നുമില്ല. ഇതിനകത്ത് വേറെ സൈഡ് പറയും. എവിടെന്നറിയോ? ഇതേപോലെ തന്നെ വേറെ സിറ്റുവേഷനിൽ പറയുന്ന കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാല്, ഒരാൾ അങ്ങനെയാണെങ്കിൽ അയാളെ തിരുത്താൻ പറ്റത്തില്ല, അവിടെ നിന്ന് മാറിക്കോണം. അതാണല്ലോ ഡിവോഴ്സ് ആകുന്നേ. അവിടെ ഫോർഗീവ്നെസ് ഇല്ല, ഒന്നുമില്ല, അതൊന്നും പറ്റത്തില്ല. കാരണം അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടെന്നാ പറയുന്നത്. എന്നാൽ വ്യക്തികൾ തമ്മിൽ അങ്ങനെയല്ല, നമ്മൾ മറ്റേതായിരിക്കും എന്നൊക്കെ. ഇതിന്റെയൊക്കെ ആവശ്യം എന്തുവാ? ഇവർക്ക് പ്രശ്നം എന്താ? പ്രശ്നം ആകെ 4 പേരെ ജീവിതത്തിലുള്ളോ? അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ കേട്ടോ, ലോകത്ത് ഇത്ര മനുഷ്യരൊന്നും ഇല്ല, ഞാനും എന്റെ അളിയനും മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. ആ സാധനം അവിടെ നിൽക്കുക. മനസ്സിലായില്ലേ? അതിനിറങ്ങാം. ഫാമിലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നിന്നാ പിന്നെ ഇങ്ങനെ അങ്ങ് ചിന്തിക്കാൻ അത് പറ്റത്തില്ല. ഫാമിലി ഇരിക്കല്ലേ, അതിനകത്തോട്ടാണല്ലോ ഈ പരിപാടി. മനസ്സിലായില്ലേ? ഇല്ല, അത് പറ്റത്തില്ല. അവിടെയും പ്രശ്നം അതാ പറയുന്നത്. കാരണം അവിടെ പലതും ബാധിക്കുന്നു, ഇവിടെ പലതും ബാധിക്കുന്നു. പക്ഷെ നമ്മൾ തമ്മിൽ പിന്നെ എന്താവാനാ? ഒന്നും ആകത്തില്ല. അതല്ല. ഒരു ടീം പറയുന്നത് അപ്പനും അമ്മയുമാണ് എല്ലാം എന്ന് പറയുന്നത്, പിന്നെ വേറെ ടീം പറയുന്നത് അപ്പനും അമ്മയും സഹോദരങ്ങളും ഒന്നുമല്ല, ജീവിത പങ്കാളിയാണ് എല്ലാം, പിന്നെ സുഹൃത്താണ് എല്ലാം. അതല്ലെല്ലാം. ആണുങ്ങളെല്ലാരും കൂടി ചായ കുടിക്കാൻ പോകും, പെണ്ണുങ്ങളെല്ലാം ട്രിപ്പ് പോകും. അങ്ങനെയാണ് ആണുങ്ങൾ. ബൈക്ക് എടുത്ത് 300 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോയി ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് വരുന്ന സ്വഭാവക്കാരാണ് ഈ ആണുങ്ങളെന്ന് പറഞ്ഞൊരു പെണ്ണൊരു റീൽ ഇട്ടേക്കണം. അതെങ്ങനെയുണ്ട്? നിനക്കെന്താടി? എന്തിനാടി ചായ കുടിച്ചിട്ട്? എന്തിനാടി ചായ കുടിക്കാനല്ലടി പോയത്? അതാണ് ഇവിടെ അവന്മാര് പറ്റിക്കുന്ന. ചായ കുടിക്കാൻ പോയതാണ്.
ഏതാ? അതല്ല ചായ എടുത്തിട്ട് വരാം. ഇവിടെ ഈ പറഞ്ഞ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല. മനുഷ്യന്മാര് തമ്മിൽ ഒരു ബന്ധമില്ലടോ. ചുമ്മാ യാതൊരു കണക്ഷനും ഇല്ല, ഒന്നുമില്ല, ഒരു മൈലില്ല. അതിലൊരു വെറുതെ ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറയാം ആൾക്കാര്. അത് അതൊക്കെ ഭയങ്കര സീൻ. ഒരു ട്രാവലറൊക്കെ വിളിച്ച് ഒരു ട്രിപ്പ് ഒക്കെ പോകുന്നു. ഇതിന് പൈസക്ക് കണക്കും മുടിഞ്ഞ കണക്ക് പറഞ്ഞില്ല. അത് പറഞ്ഞ ഒച്ചപ്പാണ്ടാവും, അടിവരെ ഉണ്ടാവും. എന്നിട്ട് അവരെ കൊല്ലും ചിലപ്പോ. സുഹൃത്തിനെ കുത്തിക്കൊന്നു ഒന്നിച്ച് കള്ളു കുടിച്ചിട്ട് മരിക്കുക. ഇവരെങ്ങനെ ഇവിടെ ഒന്നിച്ച് കള്ളു കുടിച്ചെന്നാ മനസ്സിലാകാത്ത? ഇവർക്ക് അത്ര ബോധമില്ല. കള്ളിന്റെ ഒരു പ്രശ്നമുണ്ട് ഇല്ലെന്ന്. ഓ അല്ല, കള്ള് ഇവിടെ കള്ളു കുടിക്കാൻ അറിയില്ലോ. താൻ എന്തീ പറയാ? എന്തോ പറഞ്ഞ കള്ളിന് പ്രശ്നം ഇല്ലെന്ന്. കള്ളു കുടിക്കാൻ അറിയില്ലെന്ന് ഞാൻ വന്ന് കള്ളു കുടിക്കാൻ അതറിയാമോ? കള്ളു കുടിക്കുന്ന പ്രശ്നമല്ല. ഇവര് കള്ളു കുടിച്ച് എന്തിനാന്ന് മനസ്സിലാകാതെ. അവർ രണ്ടുപേരും വേറെ ലോകത്ത് ഒരു മനുഷ്യനെയും കിട്ടിയില്ല. ഇവര് തന്നെ ഇരുന്ന് അടിക്കാൻ പറ്റില്ല. കൊല്ലാനുള്ളവന്റെ കൂടെ വന്നിരുന്ന എന്തിനാ കള്ളു കുടിച്ച്? അല്ലല്ല, കൊല്ലാനുള്ളവന്റെ കൂടെ ഇരുന്നാൽ ഇവിടെ ഉണ്ടത് കൂട്ടുകാരോടെ തന്നെ ഇരുന്നത്. അതല്ല, അത് വരും, അറിയാലോ. കുറച്ച് കഴിയുമ്പോ കൊല്ലാനാവും ചിലപ്പോ. ഡയലോഗിലൊക്കെ അങ്ങനെയൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, ആ പുള്ളികൾ അടിക്കുന്ന അവരാ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കള്ളെന്ത് ചെയ്യാൻ പറ്റും? കള്ളടിച്ചല്ലേ ഇങ്ങനെയാണ്. കള്ളടിച്ചിട്ട് സൂപ്പർ ആയിട്ട് വരെ നടക്കുന്നുണ്ട്. അടിച്ചവന്മാർ വേറെ ആണ്ട് ലോകത്തിരിപ്പുണ്ട്. അതും ശരിയാ. ഇവിടെ ആൾക്കാർക്ക് അറിയത്തില്ലെന്നേ. ഇവിടെ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുക. അവിടെ പോവും. ഇവൻ എങ്ങനെ നന്നാവാനാ എനിക്കറിയത്തില്ല. ഇവന്മാര് പറയുന്ന സാധനം നടക്കത്തില്ല. കാരണം എങ്ങനെ അയാൾ റിക്വസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അയാള് ഈ വേറൊരു പ്രത്യേക സ്ഥലത്ത് പോയി കരയുകയും ഓരോ അഭ്യാസം ഇവരിങ്ങനെ കാണിച്ചാലേ കാണത്തുള്ളൂ എന്ന് പറയുന്നത് അവൻ അതിനകത്ത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ. ഒരു കാര്യം തന്നെ അറിയുവാണ്, ഈ പ്രാർത്ഥന എന്ന് പറയുന്ന വാക്ക്, പ്രാർത്ഥന ഈ അപേക്ഷയുടെ വേറൊരു തരം സാധനം പ്രാർത്ഥന. അപ്പൊ ഈ അങ്ങനത്തെ ഒരു വാക്കൊക്കെ നമ്മള് ദൈവത്തോട് അപേക്ഷിക്കുന്നു. സെൽഫ് എന്ന് പറയുന്ന സാധനത്തിനാണ് ആദ്യം കട്ടി. ഞാൻ പാതി ദൈവം പാതി. അത് എക്സ്ക്യൂസ് എടോ, ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് അറിയത്തില്ലെന്നേ പറയത്തുള്ളൂ. അറിയാത്ത പണിയാ കാണിക്കുന്നത്. അതിന് എന്ത് റിസൾട്ട് എനിക്കറിയത്തില്ല. ഇവർക്ക് മൊത്തം കൺഫ്യൂഷൻ. വെറുതെ ഇരുന്നുകൊണ്ട് ഇത്രയും വലിയ സംഭവം ആണെന്നും പറയും, ഇതാണ് ഏറ്റവും വലുതെന്ന് പറയും, എന്നിട്ട് പോവാ വണ്ടിയും എടുത്ത്, അല്ല നടന്നൊക്കെ പോവാ, എന്നിട്ട് പോട്ടെ ഇടയ്ക്ക് നടന്ന് കാണിക്കും, ചാടി കാണിക്കും, തുള്ളി കാണിക്കും, വിളക്കൊക്കെ കത്തിച്ച് കാണിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം അതൊന്നും എന്തെല്ലാം എടുത്തോണ്ട് നടക്കുന്നത്. ഇതെല്ലാം കൊണ്ട് അവിടെ കൊണ്ട് കൊടുത്താലേ എടാ അതെന്നെ താൻ അതിന്റെ സിക്ക് മൂഡ് മനസ്സിലാക്കണ്ടോ? അത് അങ്ങ് അതിന്റെ എക്സ്ട്രീം സാധനം എന്ന് പറഞ്ഞാൽ ഈ മരം മുറിച്ചിട്ടേ അത് കുരിശ് പോലെ ആക്കിയിട്ട് ഈ ദൈവം എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയുന്ന സാധനം. ഇവരെ ദൈവമാണല്ലോ അങ്ങനെ മറ്റേ കുരിശെ പോയത്. അപ്പൊ ദൈവം എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയുന്ന സാധനം ഇവര് അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഡൈ ഹാർഡ് ഫാൻസാ. ഒരു മര്യാദ വേണ്ട. ദൈവമല്ല ഒരു കാര്യം ഇവിടെ അയാൾ ചെയ്തോട്ടെ. അത് ഇവര് അതെങ്ങനെ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും? എനിക്കറിയത്തില്ല. അല്ല, ഇതവിടെ കൊണ്ടുവന്ന് വെച്ച പിന്നെന്താ ഉണ്ടാവുക? എനിക്കറിയത്തില്ല. ഇവിടെ പോട്ടെ, കുരിശ് ചുമന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്ന കുരിശ് അവിടെ മറ്റേ മലയാറ്റൂർ കൊണ്ടുപോയിട്ട് അവിടെ താഴെ വെച്ചിട്ട് മല കയറി പോകല്ല, മലിച്ചോണ്ടാ പോകുന്നത്. ഈ കുരിശും കൊണ്ടാണ് മല കയറുന്നത്. എന്നിട്ട് അതിന്റെ മുകളിൽ കൊണ്ടു നോക്കും. അപ്പൊ എന്തായിരിക്കും കിട്ടുന്നത്? അപ്പൊ ദൈവം അതാ പറഞ്ഞത്. ഇവൻ ഭയങ്കര ദൈവത്തിന് കഷ്ടപ്പെട്ടെന്ന് കാണിക്കുക. വലിയ കുരിശാകുമ്പോഴേ അതല്ല, വേറെ കാര്യമുണ്ട്. ദൈവം 3 അണിയല്ലേ അടിച്ചുള്ളൂ, ഞാനൊരു 7 അടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് എന്റെ പരിപാടി? അങ്ങനെയൊക്കെ പ്ലീസ് ചെയ്യാൻ നോക്കി. തീയുടെ മണ്ടയ്ക്കൂടെ നടക്കുക, ഇത് കുത്തി കയറ്റുക. കാർത്തിക് സൂര്യ എന്റെ കാർത്തിക് എന്തോ അവൻ ഇതൊക്കെ കുത്തിയിട്ട് എന്തോ സംഭവം പോലെ തുള്ളുക. ഇതിനകത്തെ വേറൊരു ആരെ കാണിക്കാനാണോ എന്തോ സാഡിസമുണ്ട്. ഒരു ഡയപ്പ് ടീമുണ്ടോ കേട്ടോളൂ. ഇയാള് ഒരു ഈ ഭയങ്കര നൈസായിട്ട് കുരിശ് കൊണ്ടുപോയാന്ന് വെച്ചാൽ കൊണ്ടുപോയി, ബുദ്ധിമുട്ടായോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാല് ഈ നീളമുള്ള ഒരു കുരിശ് മിനിയേച്ചർ പല സൈസാ, അതുമായിട്ട് പോവാ. അത് പിന്നെ നമുക്ക് എന്നാ പിന്നെ നമ്മൾ പോവാതിരുന്നൂടെ? എന്തിനാടാ പോയിട്ട്? നമ്മൾ വിശ്വാസികളല്ലേ, തലയ്ക്ക് സുഖമില്ലാത്തവരല്ലോ. അല്ല, ഇവനെന്ത് കരുതുന്നേ? ഞാൻ ഇവിടെ ഇരുന്നോണ്ട് എനിക്കറിയാം സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, അറിയാവുന്നവനാന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുന്ന ഞാനും നീയും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്നാ അയാൾക്ക് മനസ്സിലാവേണ്ട. അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, നിന്റെ പണി അതായിരിക്കും. അതുകൊണ്ട് നിനക്ക് മെച്ചമുണ്ടാക്കാനല്ല, അത് അതിന്റെ സെറ്റിങ്ങാണ്. മനസ്സിലായോ? ദൈവം എന്ന് പറയുന്ന സാധനം നിന്നെ സെറ്റ് ചെയ്തേക്കുന്നത് ചിലപ്പോൾ ഇതിനൊക്കെ ആയിരിക്കും. സെറ്റിംഗ് അല്ലേ? ഇത് കൊണ്ട് നടക്കാനൊക്കെ. അപ്പൊ അങ്ങനെ നടക്കാവുന്നേ. അതിനകത്ത് വലിയ വ്യത്യാസമില്ല. ഇവര് തമ്മിലും വ്യത്യാസമില്ല, കുരിശ് കൊണ്ട് പോകുന്നതിന് വ്യത്യാസമില്ല, ഈ കോപ്പും കൊണ്ട് പോകുന്നതിന് വ്യത്യാസമില്ല, അല്ലാതെ ഇതിന് തമ്മിൽ യാതൊരു വ്യത്യാസമില്ലല്ലോ. വീട്ടിൽ ഇരിക്കുന്നതിന് തമ്മിൽ എന്താ വ്യത്യാസം? ഇനി ഇത് എതിർത്ത് പറയുന്നതാണ് ഒരാളുടെ പണിയെങ്കിൽ അയാൾ അത് ചെയ്തോട്ടെ. അതും ദൈവം സെറ്റ് ചെയ്തേക്കുമല്ലേ, എല്ലാം അറിയുന്ന ആളല്ലേ. അത് വേറെ കാര്യമുണ്ട്. അത് ഇത്രയും ശക്തനായ ഒരാൾക്ക് തടയാതിരിക്കുന്നതാണ് ഇവൻ വിചാരിക്കുന്നത്. ഇത് സെറ്റ് ചെയ്തേക്കുന്നതാണ് ദൈവം. സെറ്റ് ചെയ്തേക്കുന്നതാണ്. കോട്ടെ, ഇനി അങ്ങ് സർവ്വശക്തനാന്ന് വിചാരിച്ചോ? എല്ലായിടത്തും ഉണ്ട് താനും. സെറ്റിംഗ് ഇല്ലെന്ന് വെക്കാം. ഞാനൊന്നും ഇല്ല. സർവ്വശക്തനും സർവ്വവ്യാപിയും കാണുന്നുണ്ട്.
അപ്പൊ ഇവിടെ ഇരുന്ന് കാണുമോ ഞാൻ ഇരുന്ന് ഇത് പറയുന്നത്. അപ്പൊ ശക്തൻ എന്ത് ചെയ്യണം? ശക്തനല്ല എന്നെ എന്തെങ്കിലും ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഇതെന്തിനാ ഇവരൊക്കെ ചെയ്യുന്നത്? അത് ഞാൻ പറയാം. ശക്തന്റെ ഉദ്ദേശമാണ് ഇയാളെ ഇങ്ങനെ വിടുക എന്നുള്ളത്. അത് ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഇയാളിങ്ങനെ ഇറങ്ങി ഇതൊക്കെ പറയുന്നു. ഇയാൾ ശക്തനായതുകൊണ്ടേ, ഇത് ഒരു വിശ്വാസിയുടെ പെർസ്പെക്റ്റീവിലും കൂടി ഉണ്ട്. ശക്തനായതുകൊണ്ട് അയാൾക്കിലൊക്കെ ശക്തിയുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ടാവോ ഈ നിരീശ്വരവാദിയൊക്കെ കാണുമ്പോ? ഇവൻ ദൈവത്തിനൊക്കെ ശക്തനാന്ന് പറയണമെങ്കിൽ അല്ല, ദൈവം ഇത് കാണുമ്പോ ദൈവം പേടിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു ദൈവം വരുവാ. അല്ല, ദൈവം പേടിക്കുന്നുണ്ടാവും ഇവൻ എന്തോ കൂടിയ സാധനം തന്നെ. അല്ലാതെ ഇവൻ എന്തായാലും ഇങ്ങനെ പറയില്ലല്ലോ. അതെ അതെ, ഇവൻ എന്നെ അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുന്നത് ഇവൻ എങ്ങനെ അറിയുന്നത്? ഇവൻ ഇതിനകത്ത് എന്താ കാര്യം? അതാ എനിക്ക് മനസ്സിലാകട്ടെ. ഇവൻ എന്താ ഇതിനകത്ത് കാര്യം? ഇവന്മാരെന്താ ഉദ്ദേശിക്കുന്നത്? ഇവർ ഈ നമ്മളെ അടുത്ത് വന്നിട്ട് അങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയാ വേണ്ടത്, നമ്മൾ അങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയാ വേണ്ടത് പറയും. ആദ്യം പുസ്തകം എടുത്താണ് മാറ്റി വെച്ചാൽ തീരാനുള്ള പ്രശ്നമുള്ളൂ. ഇത് വായിക്കാതിരുന്നത് എന്തോ സംഭവിച്ചത്? ഇത് വായിക്കാത്തവരാണ്. രസം എന്താണെന്ന് വെച്ചാൽ വേൾഡ് പോപ്പുലേഷനിൽ 27% ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഈ 73% ക്രിസ്ത്യൻസ് അല്ല. 18% മുസ്ലിംസ് ആണെങ്കിൽ ബാക്കിയുള്ള 82% മുസ്ലിംസ് അല്ല. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നത് വേൾഡ് പോപ്പുലേഷനിൽ ക്രിസ്ത്യാനിറ്റിക്ക് കുറച്ച് ആൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുകൊണ്ടൊന്നും ആകുന്നില്ല. അതുകൊണ്ട് ബാക്കി 73% ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഉള്ളവർ തന്നെ ഇതാ പരിപാടി. എങ്ങനെ ഇവര് പറഞ്ഞ് ഒപ്പിക്കുന്നത് അറിയാമോ? ലോകത്തെ മതങ്ങളിൽ വെച്ച്, മനസ്സിലായോ? മതങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതം. അതിന്റെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ അതിന്റെ വാറ് തുറന്നോണ്ടിരിക്കുക. ആരാണ് കൂടുതൽ? അവര് കാണിച്ചു തരാടാത്. ഇവര് പറയണോ ഇത് ശരിയല്ലത്. എല്ലാം കൊള്ളാം. ഇടയ്ക്ക് ഇപ്പൊ തന്നെ മോഹൻ ഭഗത് പറഞ്ഞേക്കുവാന്ന് ഇനിയും പറ്റു കൂട്ടിക്കോളാം ഇന്ത്യയിൽ. ഓരോ നല്ലായിരിക്കും. ഇങ്ങനെ ഓരോരുത്തന്മാർ പറയും. ഇത് കേട്ടിട്ട് അങ്ങോട്ട് തുള്ളാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ അവസ്ഥ തുടരും. ഈ ഗതികേട് ഇവിടെ റോബോട്ട് വന്നാലും അമ്പലത്തില് ശാന്തിക്കാരനായ റോബോട്ടിനെ കൂടി ഒരു ഉറപ്പാണ്. അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ലല്ലോ. റോബോട്ടിക് പരിപാടിയിലോട്ട് മാറി. റോബോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോകില്ല. പിന്നെ അല്ല, ഇത് മറ്റേ ഇപ്പൊ തന്നെ എല്ലാരും അങ്ങനെ ആണല്ലോ. ശരിയാ, വീഡിയോ കോളിലൊക്കെയാ കാണുന്നത്. വീഡിയോ കോളിൽ കല്യാണം കാണുന്നു, കല്യാണം കഴിക്കുന്നു. ശരിയാ, അങ്ങനെ ഒത്തിരി പേര് വന്നില്ലേ? അപ്പൊ തന്നെ അവർ പോയില്ലേ? എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് വേണമെങ്കിൽ അവിടെ വേറെ സ്ഥലത്ത് തന്നെ ജീവിക്കാനൊക്കെ പറ്റും. മനസ്സിലാവോ? ഇവിടുന്ന് മറ്റേ സെമൻ അങ്ങ് അയച്ചു കൊടുത്താൽ മതി. മനസ്സിലായോ? പാസില് അതൊന്ന് റോബോട്ടിനെ കൊടുത്തുവിട്ടാ റോബോട്ട് പോയി റോബോട്ട് അങ്ങ് കൊണ്ടുപോയി കൊടുത്തോളൂ. റോബോട്ട് ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കും. റോബോട്ട് ആകുമ്പോൾ എടുക്കുകയും ചെയ്യും. നന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ട് കൊടുക്കും. അല്ലേ? മണ്ടത്തൊന്നും കാണിക്കത്തില്ല. ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കും. ഏറ്റവും സുഖപ്രദമായ പ്രസവിക്കത്തുമില്ല. ഇതൊന്നും എടുക്കുന്നില്ലായിരിക്കും. പിള്ളേർ ചുമ്മാ ഇങ്ങനെ വീഴുമായിരിക്കും. ആവശ്യത്തിന് തുടക്കത്തെ കാര്യം പറഞ്ഞത്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയായിരിക്കും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും എന്താ നമുക്ക് അറിയത്തില്ല. പിള്ളേരെ പ്രസവിക്കുന്ന ഒരു ഫാക്ടറി വരും. മനസ്സിലാവോ? കുട്ടികളെ ബേബീസ് 375 എണ്ണം. ഇത്ര ടൈപ്പ് കുട്ടികൾ ഇത്ര എണ്ണം അതിങ്ങനെ ഷിപ്പ് ചെയ്യും. ഇന്ന രാജ്യങ്ങളിൽ ഇത്ര കുട്ടികൾ വേണമെന്ന് പറഞ്ഞു ആ കമ്പനി അത്രയും കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് ആർക്കാ കൊടുക്കുന്നത്? അവിടുത്തെ റോബോട്ട് പറയും. ഇവിടെ കുറച്ച് കുട്ടികൾ വേണം, കുറച്ച് പൗരന്മാരെ വേണം. ഓക്കെ, എന്തിനാണ്? അവര് ഇവിടെയൊക്കെ കിടന്ന് ഓടിക്കളിക്കുന്ന രസം. മാത്രമല്ല ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? ഇല്ലേ, നമ്മൾ ആരെ കൺട്രോൾ ചെയ്യും? നമുക്കല്ലേ എല്ലാം അറിയാവുന്നത് അല്ലേ? അവരെന്ത് ചെയ്യും? ഇല്ലേ, റോബോട്ടുകൾ ആകെപ്പാടെ പെടും. ശരിക്കും പേടിക്കണ്ട. കാരണം റോബോട്ടുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകത്തില്ല. അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ റോബോട്ടുകൾക്ക് മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളതും ശക്തിയുള്ളതും ആയതുകൊണ്ട് അവരെയൊക്കെ കുറഞ്ഞ സാധനത്തിനൊന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താ അറിയാം? അവർക്ക് വിശപ്പില്ല. വേറൊരു കാര്യം, വിശപ്പാണ് പ്രശ്നം. അതുകൊണ്ട് കൊല്ലത്തില്ല, ധൈര്യമായിട്ടിരിക്കാം. പക്ഷെ ഈ മൈരന്മാർക്ക് ചിലപ്പോ ഈഗോ ഒക്കെ വർക്കൗട്ട് ആവാൻ സാധ്യത. ആർക്ക്? ഇപ്പുറത്തേക്ക് അളിയന്മാർക്ക്. മനുഷ്യർക്കോ? മനുഷ്യർക്ക് ഉണ്ടാക്കി വന്നിട്ടേ കഴിഞ്ഞപ്പോ ഇതൊന്നും അത്ര ശരിയല്ലോ എന്നൊക്കെ തോന്നിട്ട് ചിലപ്പോ ഇല്ല അത് വരത്തില്ല. റോബോട്ടായിട്ട് ഇടി. അത് ചെയ്യത്തില്ല. ഒരു മനുഷ്യൻ ചെയ്യത്തില്ല. കാരണം എന്താ പറയാ, എല്ലാവർക്കും ഈ തന്നെ ശക്തനാണെങ്കിൽ പിന്നെ കുറച്ചു പേരെ ഇടിക്കത്തുള്ളൂ. കുറച്ചുപേര് ഇടിക്കും, തീരെ വെളിവില്ലാതെ ഇടിയൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഇടി കൊണ്ട് ചാവും. അവരാവട്ടെ. അതിനിപ്പോ എന്താ റോബോട്ടിന് അവൻ വേറെ ഉണ്ടാക്കാൻ പറയും. ഇതുപോലെ തന്നെ വേറെ റോബോട്ടിന് ഒരു പിടി ഉണ്ടാക്കി കൊല്ലാൻ തന്നെ കൊന്നിട്ട് പുതിയ ഉണ്ടാക്കുകയും ചെയ്യുമല്ലോ. അയ്യോ, അത് അതുപോലെ പിന്നില്ലാതെ ഉണ്ടാക്കാൻ കൊന്നാൽ പാപം ഉണ്ടാക്കിയാൽ തീരും. അതാണ് റോബോട്ടിന്റെ പോളിസി. മനുഷ്യന്റെ പോളിസി അല്ലടോ, കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് മനുഷ്യന്റെ പോളിസി. റോബോട്ടിന്റെ പോളിസി കൊന്നാൽ പാപം ഉണ്ടാക്കിയാൽ തീരും. തീർന്നു, പ്രശ്നം സോൾവ്.
പ്രോബ്ലംസ് ഒരു പ്രശ്നം കഴിഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീർന്നു. നമ്മളെല്ലാ പരിഹാരങ്ങളും കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇതുപോലത്തെ പരിഹാരങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ഇനിയും ഇതിനുള്ള വീഡിയോ പ്രതികരിക്കാം. മനസ്സിലായി? ഞങ്ങൾ ഇരിക്കുകയാണല്ലോ, ഞങ്ങൾ അറിയത്തില്ല, വേണ്ടത്ര പരിചയമില്ലാത്ത പരിചയപ്പെട്ടോളൂ. ഇനി അങ്ങോട്ട് നോക്കി കാണാൻ പറ്റും. ഇത് തന്നെ ഭയങ്കര ശാസ്ത്രീയമാണ്. പ്രധാനമായിട്ട് ഞങ്ങൾ ശാസ്ത്രമാണ് മെയിൻ. ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് അറിയത്തില്ലെങ്കിലും അവർ ചെയ്യുന്ന പണി കൊള്ളാം. അത് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും, ഞങ്ങൾ റിവ്യൂ ചെയ്യും. റോബോട്ടിക് റിവ്യൂ ആണ് പറയുന്നത്. റോബോട്ട് ഇല്ല, ഇജാക്കുലേഷൻ ഇല്ല. അയ്യോ, അത് പേടിക്കാനില്ല. നല്ലൊരു ലോകം. അന്നൊക്കെ ജനിച്ചാ മതിയാ. അല്ല, റോബോട്ട് നടത്തുന്ന സമയത്ത് പേടിക്കണ്ടോ? എല്ലാ റോബോട്ടും പിന്നില്ലേ, ഞാൻ കിടന്നാ മതി. പിന്നെ വേറെ കാര്യമുണ്ട്. പിന്നെ ഈ മനുഷ്യന്റെ നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, സെക്സ് ഒക്കെ ആണല്ലോ, അതൊക്കെയാണല്ലോ മിസ് ചെയ്യാൻ പോകുന്ന സാധനം. അതിനൊക്കെ മറ്റേ സാധനം ബ്രെയിനിലോട്ട് മറ്റേ സാധനം കൊടുക്കും. മറ്റേത് ഓർഗാസം ഇടയ്ക്കിടയ്ക്ക് ഇന്ന് സമയങ്ങളിൽ വന്നോണ്ടിരിക്കും. നമ്മളൊന്നും അറിയണ്ട, നമ്മളിങ്ങനെ കിടന്നാ മതി. കിടന്നു കൊടുത്താൽ മതി. ഫുഡൊക്കെ തന്നെ വരും. പക്ഷെ ഇപ്പോഴും വെറുതെ കിടന്ന് കൊടുക്കുന്ന ചില ആൾക്കാർക്ക്. പിന്നെ ഇപ്പോഴും വെറുതെ കിടന്നാലും ഫുഡൊക്കെ വായി പിടിച്ച് കൊടുക്കേണ്ട അവസ്ഥകളുണ്ട്. അല്ല, അതല്ല ഞാൻ പറഞ്ഞു. അവര് ആ കൊടുക്കുന്ന ആളെ റോബോട്ടായിട്ടായിരിക്കും. അല്ലല്ല, ആ കിടപ്പിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. മനസ്സിലായി? വെറുതെ കിടന്നു കൊടുക്കുള്ളൂ. നീ എന്താന്ന് വെച്ചാ ബാക്കിയൊക്കെ അവര് നോക്കിക്കോളൂ. അതെന്തിനാട്ടെ. പിന്നെ നമ്മുടെ പ്രശ്നം വരുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇവര് ചെന്ന് പിന്നെയും കരയും. ഇവിടെ രാത്രിയിലൊക്കെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുവാന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. ദൈവം നോക്കണം, ശ്രദ്ധിക്കണം. ബഹിരാകാശത്തിരുന്ന് ദൈവം താഴേക്ക് നോക്കുമ്പോൾ എന്ത് കാണും? ആ ചൈനയുടെ വൻമതിൽ. ചന്ദ്രനിൽ പോയി നോക്കിയപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ദൈവം മോളിൽ നിന്നാണ് നോക്കുന്നതെന്നും അതൊന്നും മാറിയിട്ടില്ല. ഇവര് മോളോട്ടൊക്കെ നോക്കും. ക്രിക്കറ്റ് ഒരു സാധനം കൂടെ ഉണ്ടോ? ബാറ്റൊക്കെ പൊക്കി അവിടോട്ടൊക്കെ കാണിക്കും. ഒരു സാധനം കൂടെ ഉണ്ട്. അത് മറ്റവരാണ് ഇങ്ങനെ കാണിക്കും. ദൈവത്തിന് അവര് മോളോട്ട് ദൈവത്തിനവിടെ കേൾക്കാൻ പറ്റുന്ന ഒരു ശബ്ദമുണ്ട്. അത് അത്താണ്ട് എത്തില്ല. അറ്റ്മോസ്ഫിയറിൽ അത്രക്ക് ശബ്ദം ട്രാവൽ ചെയ്യില്ലോ. മറ്റേത് സൂര്യൻ, പ്രപഞ്ചത്തിന്റെ ശബ്ദമായി മാറിയിരിക്കുന്ന ശബ്ദമാണ്. എങ്ങനെയുണ്ട് സീൻ? എനിക്ക് ഏറ്റവും പുതിയ മതം ഹിന്ദു മതമാണോ? എല്ലാത്തിനും ഓവർടേക്ക് ചെയ്യുന്നു. ഫുള്ള് അങ്ങ് പിടിക്കും അല്ലേ? അതായത് അല്ലല്ല, അതിന്റെ കാരണം പറയാം. കാരണം ഈ ഇസ്ലാമിസ്റ്റുകൾ നടന്ന് മറ്റേ സയൻസ് മുഴുവൻ ഇതിനകത്തുനിന്നാ വരുന്നത്, എല്ലാം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു നടക്കരുത്. അപ്പൊ ഇപ്പുറത്ത് മറ്റേ ഈ സംഘിക്കുട്ടന്മാരിലെ ഇവർക്ക് വല്ല ബോധോ വെളിവോ സെയിം ടൈപ്പ് ആൾക്കാരല്ലേ? അല്ല, അപ്പുറത്തെ സംഖ്യ അതും സംഖ്യ ഇതും സംഖ്യ രണ്ടും ഒന്ന് തന്നെയാണ്. അവര് രണ്ടും ഒന്നാണ്. അല്ല, എല്ലാം ഒന്നാണ്. ഞാൻ അതിന്റെ ഇടയിൽ വേറെ മറ്റേ ഞാൻ പൊളിറ്റിക്കലായിട്ട് പോയി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ക്ഷമിക്കണം, ഞാൻ അറിയാതെ ഒന്ന് ഗ്രൗണ്ട് ലെവലിലോട്ടൊന്ന് ഇറങ്ങി വന്നു. നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ പോയേക്കാം. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറയാം, ഇവർ ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന്റെ പിന്നിലെ കാരണം ഇതാ. മറ്റവരിത് പറഞ്ഞുകൊണ്ടിരിക്കുക സയൻസ് ആണോ. വേറൊരു പ്രശ്നം അറിയോ ഇതിനകത്തുള്ള രസം എന്ന് വെച്ചാല്, ഈ പണ്ടുള്ള മനുഷ്യന് ശരിയായി ആകാശത്ത് മാറ്റി കസരയിട്ടിരുന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് വിശ്വസിച്ചെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് ഫ്ലൈറ്റ് ഇടിച്ച് മരിക്കുന്ന പിള്ളേർ പറയും ഈ കാർമേഘത്തിന്റെ ഇടയ്ക്ക് ഇരുന്ന്. ഇത് ശാസ്ത്രം പുരോഗമിച്ച് ഇങ്ങനെ ഭയങ്കര അങ്ങേറ്റത്തെ യൂണിവേഴ്സ് എന്നൊക്കെ പറയുമ്പോഴും ഇതിനെ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കും ഓരോ ദിവസം. ഈ ആകാശമെന്ന ഉറച്ച ആ നീല സാധനത്തിന്റെ അത് കസേരയിട്ടിരുന്ന സാധനം ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. യേശു കൊണ്ട് പോയെന്ന് എനിക്കറിയത്തില്ല. ഡാർക്ക് മാറ്ററിൽ എത്തിച്ചു. അവിടെ വരെ അവിടെ വെച്ചു. എന്ത് ഡാർക്ക് മാറ്റർ? പറ, സയൻസ് പറ. അറിയില്ലോ. അപ്പൊ അറിയാൻ പാടില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. എവിടെ വരെ കൊണ്ടുപോകാനാണെങ്കിൽ റെഡി. ഡാർക്ക് മാറ്റർ കഴിഞ്ഞ് അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും അവിടെ കൊണ്ടുപോയി. ഒന്നാമത്തെ കാര്യം ഒരു കാര്യം മനസ്സിലാക്കണം, അതാണ് ഇവിടുത്തെ വേറൊരു തരം ഊക്ക്. ഇവര് ചുമ്മാ പറയുന്ന ഇതുണ്ടെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുറെ തിയറി പറയുമ്പോൾ അതിന്റെ മണ്ടയ്ക്കോട്ട് വെക്കാൻ ചെല്ലും. ഇതിപ്പോ എങ്ങനെയാന്ന് പറയാം, ഇത് ഓരോന്നിനും മണ്ടയ്ക്ക് വെച്ച് എവിടെയാ പോകുന്ന പോലും ഇയാള് ഭയങ്കര ആളാ. പക്ഷെ ഇയാളെ വല്യപ്പനോട് ചോദിച്ചു നോക്ക്, അയാൾ അവിടെ ഇരിക്കും എപ്പോഴും. നിന്റെ വല്യപ്പന്റെ ദൈവത്തിനെ ഫ്ലൈറ്റ് അടിച്ച് മരിച്ചു. ഇതിങ്ങനെ ചുമ്മാ പറഞ്ഞുണ്ടാക്കിയതാണല്ലോ. ഭയങ്കര ആളാ. പിള്ളേരെ പഠിക്കണോ കോക്കാച്ചി വരും പിടിക്കും ചോറിന് ചോറ് അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ? അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ കോക്കാച്ചി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് ഇവിടെ ഉള്ളൂ. കോക്കാച്ചി എന്ന് പറഞ്ഞ സാധനം കേരളത്തിൽ മാത്രമുള്ള സാധനം. എറണാകുളത്തൊക്കെ എനിക്കറിയില്ല, വേറെ സ്ഥലത്തില്ല. വേറെ സ്ഥലത്ത് വേറെ ചിലടത്ത് വേറെ സാധനങ്ങളുണ്ട്. കോക്കാച്ചി എങ്ങനെ ഉണ്ടാവുന്നു? കോക്കാച്ചി ഭയങ്കരമാണെന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം തന്നെയാണ് മറ്റേതും. സെയിം സാധനം. അത് ഇതുപോലെ പറഞ്ഞ സാധനം അല്ല ഇത്, അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ? വേറെ കോമഡിയും ഉണ്ട് ഇവർക്ക്.
ഇപ്പൊ ഇവരുടെ എന്ന് പറഞ്ഞാൽ തന്നെ കോമഡിയാണല്ലോ. അതായത് ഈ ടൈപ്പ് ആൾക്കാരില്ലേ, അവർക്ക് ആത്മാവുണ്ട്. ഓ, അത് കോമഡി അല്ല, മനസ്സിലായോ? ഓ ഫക്ക്, ആത്മാവേ പോ. അല്ല വേണ്ട, ആത്മാവുണ്ട്, ആത്മാവുണ്ട്, അവർക്ക് ആത്മാവുണ്ട്. അവർക്ക് ആത്മാവുണ്ട്. ഈ ആത്മാവിന് പ്രത്യേകത ഉണ്ട്. എന്തോ ദൈവത്തിന്റെ ആത്മാവ്? അങ്ങനെയല്ല, ദൈവത്തിന്റെ ആത്മാവുണ്ട്. അതും ഉണ്ടാവും, അതെനിക്ക് അറിയത്തില്ല. ഞാനിതൊന്നും പഠിച്ചിട്ടില്ലല്ലേ, പഠിക്കാതെ വിമർശിക്കാവുന്ന പരിപാടിയേ ഉള്ളൂ. ഓക്കെ, ഈ ആത്മാവിന് സിനിമ കാണാതെ റിവ്യൂ ചെയ്ത പോലെ. അതെ അതെ, അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇത് കാണാത്ത കാര്യമില്ലെന്നേ, അല്ല, കാണാത്ത എന്തുകൊണ്ടെന്നേ പറയുന്നുള്ളൂ. അതായത് അതാ പറഞ്ഞത്, അത് കാണേണ്ട കാര്യമില്ലെന്നേ പറയുന്നത്. പള്ളിയിലും പോകേണ്ട കാര്യമില്ലെന്നേ പറയണത്. അത്രേ ഉള്ളൂ. സിനിമ അതുപോലെ ആര് കാണും? വേറെ എന്തെല്ലാം കാര്യം. മോഹൻലാലിന്റെ സിനിമ വരുന്നു എന്ന് പറയുമ്പോ ആര്, അല്ലെ വേണ്ട, അത് പോട്ടെ, ആ വീട്ടത് കഷ്ടമാണ്. അത് ഇതായിട്ട് യാതൊരു ബന്ധം ഇല്ല പോട്ടെ. അപ്പൊ ഉണ്ടല്ലോ, ഈ ആത്മാവേ ഇപ്പൊ ഒരു ഭയങ്കര വിശ്വാസി, ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കണക്ഷൻ ഉണ്ട് അതിന്. അതൊക്കെ പോട്ടെ, ആത്മാവുണ്ടെന്ന് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഇതെല്ലാം വീഡിയോ ഇട്ടിട്ടുള്ള ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചിട്ടേ ഏട്ടാ, ഇവനുണ്ടല്ലോ, ഇപ്പൊ 30 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇവനെ വിചാരിക്കുക, ഓഹ് സ്വർഗം, മരിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അവൻ ആലോചിക്കുന്ന അവന്റെ ഒരു ഇമേജ് പോകുന്നതായിട്ടാ. അവനങ്ങ് പോകുന്നതായിട്ട് അവന്റെ തലയിൽ ആ ഇമേജ് പൊട്ടന്മാരുണ്ട്. ഈ കാമുകി മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മരണം കൊണ്ട് കൂടെ മരിക്കുന്ന ടീംസ് ഒക്കെ ഇല്ലേ, അവർ ഈ ആത്മാവിനെ ചേസ് ചെയ്യുന്ന കോമഡി എവിടെയെന്ന് പറയാമോ? അതാണ് അതിന്റെ വേറെ. ഇതിനകത്ത് കോമഡി എവിടെയെന്ന് പറയാമോ? ഈ ആത്മാവ് ഇങ്ങനെ പോകുമ്പോ ആത്മാവ് പോകുന്നതായിട്ട് ഇവർക്ക് കാണാൻ പറ്റുള്ളൂ. അതെ അതെ, ഇവരത് കാണും, അത് കാണും. അല്ലാതെ ആത്മാവ് ഇങ്ങനെ കണ്ടോണ്ട് പോണത് ഇവർക്ക് കാണാൻ പറ്റില്ല. ഇല്ല, മനസ്സിലായോ? അത് ചിലർ കാണുന്നുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ കാണില്ല, അവൻ കണ്ടത് മറ്റേതാ. ആത്മാവ് കണ്ട കാര്യങ്ങൾ അവൻ കണ്ടേക്കണത്. ഇവർ രണ്ടുപേരും കാണുന്നുണ്ട് ഒരേ സമയം. അതെ അതെ, ശരി. ആത്മാവ് ഇങ്ങനെ പോണതും കാണുന്നുണ്ട്, ആത്മാവ് കണ്ട കാര്യങ്ങൾ ഇവൻ കാണുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് ശരിയാ. അല്ലോ, വേറെ സാധനമുണ്ട്. അപ്പൊ ഇവന്റെ 30ാമത്തെ വയസ്സിൽ ഇവൻ മരിച്ചു കഴിഞ്ഞാൽ 30ാമത്തെ വയസ്സിൽ ചെന്ന് സ്വർഗത്തിൽ കയറി അതുവരെയുള്ള കഥ പറയാനോ പോകുന്നതെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അങ്ങനെ കഥ പറയുമ്പോ ഈ 30 വയസ്സുകാരന്റെ ഒരു ബോഡിയിലുള്ള സാധനം അല്ലേ കഥ പറയത്തുള്ളൂ. 60 വയസ്സുകാരൻ പോയാൽ 60 വയസ്സുകാരന്റെ ബോഡി എന്നല്ലേ കഥ പറയത്തുള്ളൂ. അപ്പൊ ഇവർക്ക് ഈ ആത്മാവിന് പ്രായമുണ്ടോ? അല്ല, ഈ ആത്മാവ് എപ്പോഴും ഈ കുറച്ച് എങ്ങായിരിക്കും. അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റുന്നത് അയാൾ എങ്ങനെ അപ്പൊ സ്റ്റോറി പറയും? അങ്ങനെയാണല്ലോ അതിന്റെ അങ്ങനെ ആക്കത്. അല്ലാണ്ട് അപ്പോഴും അതിന് ഏജ് പ്രശ്നം വരത്തില്ലേ? 30 വയസ്സിലൊന്നും കഥ പറയട്ടെ. അവിടെ വരെ പറയുകയാണെങ്കിൽ ആ ആത്മാവിന് 30 വയസ്സാ. 30 വയസ്സ്. നമ്മളിപ്പോ ഇത് ആത്മാവ് എല്ലാവരും ഒരുപോലെ. ആത്മാവിന് വയസ്സില്ല. ആത്മാവ് എല്ലാവരും ആത്മാവ് ഉള്ളതാ. അതായത് ആത്മാവ് എന്താന്ന് പറയുന്നത്, അതായത് ദൈവത്തിന്റെ ആത്മാവ്. അതിൽ നിന്ന് ഇങ്ങനെ ദൈവം ഇങ്ങനെ ഉണ്ടാക്കി വിട്ടതാണ് ഈ ആത്മാവികളൊക്കെ. അപ്പോഴും ഒരു പ്രശ്നം പറ്റും. ഈ ആത്മാവ് ഈ ഭൂമിയിൽ ബോഡിയിലിരിക്കുന്നു. ബോഡിയിലിരിക്കുന്ന ആത്മാവ്, ബോഡിയിൽ എനർജി പോസിറ്റീവ് ന്യൂട്രൽ വേറെ എനർജി. ആ എനർജി ഇവിടെ ഇരിക്കുമല്ലേ. ആ എനർജിക്ക് മെമ്മറി ഉള്ളതുകൊണ്ടാണല്ലോ അവിടെ ചെല്ലുമ്പോ ഈ സാധനം പറയെടുക്കുകയും അവൻ ആ ഒരു മെമ്മറി ആയിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവര് പറയുന്ന പോലത്തെ സ്വർഗത്തിൽ കയറാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത്. വേറെ പ്രശ്നമുണ്ട്. മെമ്മറി എന്ന് പറയുന്ന സാധനം തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. തലച്ചോറ് എന്ന് പറയുന്നത് ബ്രെയിൻ മെമ്മറി, ഹാർട്ട് മെമ്മറി, മസിൽ മെമ്മറി എന്നൊക്കെ പറയുന്ന പോലെ ആത്മാവ് മെമ്മറി ഇട്ടെന്നാണ് പറയണത്. കൂടല്ലേ ആത്മാവ് മെമ്മറി എങ്ങനെ വിഷ്വൽസ് കാണും? ആത്മാവിന് അങ്ങനെയും കൂടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇത് വിഷ്വലൈസ് ചെയ്യുകയൊക്കെ ചെയ്യും, അതൊക്കെ കിട്ടും. അല്ല, ഈ വിഷ്വൽസ് ഒക്കെ കാണണമെങ്കിൽ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, മരിച്ചുപോയ ആൾക്കാര് ഇപ്പൊ ഒരു ആത്മാവ് പോയാൽ നമുക്കറിയാം, വല്യപ്പൻ മരിച്ച് ആത്മാവ് അവിടെ ഉണ്ടെന്ന് പറയുക. ആത്മാവ് എവിടെ ഉണ്ട്? ആത്മാവ് പോയി അവിടെ ചെന്നാൽ കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുക. അപ്പൊ ആ ആളെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ ആത്മാവിനെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അയാൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രൂപത്തിലുള്ള സമയത്ത് കാണിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അതിന് രൂപമുണ്ട്. അല്ല, വേറെ കാര്യമുണ്ട്. അയാൾ കുഞ്ഞുവാവയായിട്ട് കിടക്കുന്ന കാണിച്ചാൽ തന്റെ വല്യപ്പനെ തനിക്ക് മനസ്സിലാവും. അപ്പൊ അതിന് ഞാൻ പറയാം, ആത്മാവിനെ എങ്ങനെ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോ എന്റെ വല്യപ്പനെ എല്ലാം കാണേണ്ട ആവശ്യമില്ല. ഈ ആത്മാക്കൾ തമ്മിൽ കാണുമ്പോൾ അത് മനസ്സിലാവണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ എന്റെ വല്യപ്പനെ കുഞ്ഞാവായിട്ട് കാണുന്നത് വല്യപ്പന്റെ അപ്പനും അമ്മയായിരിക്കും. എനിക്ക് പുള്ളി വല്യപ്പനായിട്ട് കാണാൻ പറ്റുന്നത്. ഭാര്യയ്ക്ക് എങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു ആ സാധനത്തിന് അവർ കാണാം. അപ്പോഴും പ്രശ്നം വരും. അപ്പോഴും പ്രശ്നമുണ്ടോ? പിന്നെ അതെങ്ങനെ ശരിയാവുന്നേ? അങ്ങനെയാണെങ്കിൽ മറ്റേത് ഡാർക്ക് എനർജി എന്താ? അങ്ങനെ പറ്റത്തില്ല. ഡാർക്ക് എനർജി അങ്ങനെ പറ്റുമ്പോൾ പ്രശ്നം പറ്റും. താൻ പറഞ്ഞ പോലെ കാണാൻ നിന്ന് എങ്ങനെ ഇരിക്കുമെന്നറിയോ? കൂട്ടിയിടിക്കുമോ? അവിടെ പ്രശ്നം പറ്റും. അവിടെ എന്നാ പ്രശ്നം എന്ന് വെച്ചാല് അത് ഒരു മാനിപ്പുലേഷൻ, എന്തോ കറപ്ഷൻ പോലത്തെ സാധനമല്ലേ, അതൊക്കെ അവിടെ നടക്കും. അല്ല, അത് ഓരോ മനുഷ്യരുടെ, അത് ഈ ആത്മാക്കളുടെ ഒരു അങ്ങനെയൊക്കെ ആത്മാക്കൾക്ക് ഒരു ആത്മാവുണ്ട്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇഷ്ടം മനുഷ്യത്തെ കാണിക്കും പ്ലീസ് ഒരു മിനിറ്റ്. അതായത് ആത്മാവിന് ഇമോഷൻസ് ഉണ്ടാക്കും. ആത്മാവിന് പെയിനൊക്കെ ഉണ്ടാക്കും. പിന്നെ ആത്മാവ് വേദനിക്കും.
ആത്മാവിന് പെയിൻ ഉണ്ട്, ആത്മാവിന് സന്തോഷമുണ്ട്, ആത്മാവിന് ഏജ് ഉണ്ട്. ഈ ആത്മാവെന്ന് പറഞ്ഞൊരു സാധനം സ്വർഗത്തിലെത്തുമ്പോൾ ഒരു കുഞ്ഞാവായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനോട് വലിയ താല്പര്യം ഇല്ല. അവിടെ ചെന്ന് മദ്യപ്പുഴ, ഊറി, പരിപാടി എല്ലാം നടത്താൻ, തിന്നാൻ, പൊറോട്ട തിന്നാൻ, ഇന്നോവ കാർ ഓടിക്കാനൊക്കെ റെഡിയായി പോവാ. അപ്പൊ ആത്മാവിന്റെ പ്രായമുണ്ട്. ആത്മാവ് എന്താണെങ്കിലും കാർ ഓടിക്കോ, മന്തി തിന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൂറികൾക്ക് എന്തെങ്കിലും ചെയ്യുകയോ വേണമെന്നുണ്ടെങ്കിൽ അതിന് മെച്യൂരിറ്റി ആയിരിക്കണം. അതാ പറഞ്ഞത്, ആത്മാവിന്റെ ഒരു പ്രത്യേകത ഫ്ലെക്സിബിൾ ആണ് ഈ സാധനം. അപ്പോഴും ഞാൻ പറയാം, വിശ്വാസി എന്ന് പറഞ്ഞ ഒരാൾ ഒരിക്കലും ആ ആത്മാവിനെ കുഞ്ഞാവയായിട്ട് കാണാൻ അത് ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്. അത് ആത്മാവിന് ഇഷ്ടമുള്ളത് എടുക്കാന്ന് ആത്മാവിന് അങ്ങനെ ഫ്ലെക്സിബിൾ ആവാനുള്ള ഒരു പവർ ഉണ്ടെന്ന് ആത്മാവിന്. മനസ്സിലായില്ലേ? അതല്ലേ ആത്മാവ്. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ ഇയാളിപ്പോ ഇവിടെ ഇരിക്കുന്ന കല്ല് പോലെ വെക്കല്ലേ. ഞാൻ പറഞ്ഞത് അവന്റെ ഇവിടെ ഇരിക്കുന്ന ആളെ പറ്റിയാ. ആത്മാവെന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് ഉള്ള ഒരു സാധനത്തെ പറ്റി അല്ല ഞാൻ പറഞ്ഞത്. സയന്റിഫിക് ആയിട്ട് ആത്മാവ് വേറെ, അതിന് വേറെ എനർജി എനർജി ആയിട്ട് നിൽക്കുക. അതിന് വലിയ രൂപഭാവം അതൊന്നും ഇല്ല, അതൊരു എനർജിയാണ്. ഞാൻ നമുക്കറിയാം, നമുക്ക് സയന്റിഫിക് ആണല്ലോ. അതുകൊണ്ട് നമുക്കറിയാം. കാരണം നമ്മളിപ്പോ റോബോട്ടിനെ കുറിച്ച് പറഞ്ഞു, എ പറ്റി പറഞ്ഞു, സിന്തറ്റിക് ഇന്റലിജൻസിനെ പറ്റി വരെ പറഞ്ഞു. എല്ലാവർക്കും എല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കും, നമുക്ക് എല്ലാം അറിയാം. നമ്മൾ ഇതാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അല്ല പിന്നെ നമുക്കെല്ലാം അറിയാവുന്നല്ലോ, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ദൈവത്തിനും എല്ലാം അറിയാം. നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ വ്യത്യസ്തരുമാണ്. നമുക്കറിയാവുന്ന വിവരങ്ങൾ കൊടുക്കുന്നു. വളരെ വ്യത്യസ്തമായ ചിന്തകൾ, അറിവുകൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ, പിന്നെ എടോ ഏതെങ്കിലും കൊള്ളാവുന്ന ചാനൽ പറയുമോ? പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ. ഏതെങ്കിലും ചാനലുള്ള ഒരുത്തം പറഞ്ഞ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും കൊള്ളാവുന്ന ചാനൽ പറയൂ? പറയില്ല. കൊള്ളാവുന്ന പരിപാടി അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ചാനലോ വ്യക്തിയോ പറയത്തില്ല. അയാൾക്ക് അറിയായിരിക്കും അത്. അയാളെ അത് ചെയ്യാൻ അറിയാവുന്നവരോടാണ് സംസാരിക്കുന്നത്. അതെ, അല്ലാതെ ഇതൊന്നും അറിയാത്ത പൊട്ടനോടല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്രത്യേകം പറയും. കാരണം എന്താണെന്നറിയോ? പറയേണ്ട ആവശ്യമില്ല. അവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അവൻ അതും അറിയത്തില്ല. അല്ല, അവൻ എന്തിനാ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ വരുന്നത്? അതുകൊണ്ട് ഞാൻ എന്നെ പറഞ്ഞില്ല. താൻ പറഞ്ഞിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ? ഈ ചാനൽ വീണ്ടും കാണണം, ലൈക്ക് അടിക്കണം. ഏടോ അതെന്ത് ചോദ്യം താനാ ചോദിക്കണം? ഞാൻ പറഞ്ഞിട്ടു. നമ്മൾ വ്യത്യസ്തരാണല്ലോ, നമ്മൾ യൂട്യൂബേഴ്സ് അല്ലല്ലോ. അതെ, എന്തിനാടാ സബ്സ്ക്രൈബ് ചെയ്തിട്ട്? അയ്യോ, ഞാൻ അവിടെ നിന്നിട്ട് അവിടെ പോയിരിക്കും. എന്തിന്? എവിടെ നിന്നിട്ടും കാര്യം തിരിച്ചങ്ങ് പോയോ? ഓവർ റിയാക്ഷൻ ആണ്. ഭയങ്കര തമാശയാണല്ലോ. ഞാൻ പക്ഷെ കണ്ടോ അനങ്ങാതിരിക്കുന്നത്. അത് മനസ്സിലായി. കാരണം എന്താ? കല്ല് പോലെ ഇരിക്കുന്നത്. എന്താ കാര്യം? തന്റെ ഒരു രീതി അതായതുകൊണ്ടാണോ? എനിക്ക് തന്നെയൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം. ചിരിക്കേണ്ട സ്ഥലം എനിക്ക് കിട്ടുന്നില്ല. മനസ്സിലാവുന്നത്? അല്ലല്ല, താൻ റിലാക്സ്ഡ് ആണ്. ഞാൻ എനർജിയുമായിട്ട് ഓൾമോസ്റ്റ് ബ്ലെൻഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതുമല്ല, എനിക്കിതെല്ലാം അറിയാം. അപ്പൊ എനിക്ക് ചിരി വരത്തില്ല. അല്ല, ചിരി വരും, പക്ഷെ ഓടത്തില്ല. ചിരി വരും എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കുന്നതേ തന്നെ ചിരിപ്പിക്കാൻ വേണ്ടിട്ടാ. മനസ്സിലായോ? അപ്പൊ താൻ ഓടുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഓടിച്ച ആളല്ലേ താൻ? അതുകൊണ്ടല്ലേ ഞാൻ ഓടാനേ. രണ്ടുപേരും നമ്മൾ അതെ അതെ, അങ്ങനെയല്ല. അത് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യിക്കുമ്പോ ഉണ്ടല്ലോ, നമ്മൾ നോക്കണം ഞാൻ എന്തിനാ ചെയ്യുന്നത്. ഞാൻ തന്നെ സംസാരിപ്പിച്ചിട്ട് ചിരിപ്പിച്ചിട്ട് ഓടിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞിട്ടും താൻ ഓടിയില്ല, ഞാൻ ചിരിച്ചൊക്കെ കാണും. മനസ്സിലായി? ടെക്നിക്ക് കിട്ടിയോ? കൊള്ളാം, നൈസ് വൺ. അത് കൊള്ളാം. ഇതുപോലുള്ള കോമഡികൾക്കും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ വല്ല തമാശ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളൂ. കമന്റ് ഒരു തമാശ കമന്റ് ഇടാൻ. അല്ല, എന്ത് പറയാ, ഇഷ്ടംപോലെ കോമഡികൾ കമന്റ് ഇടും. എന്തിനാ ഈ ദേഷ്യം തെറി? നമ്മൾ തമാശ പറയല്ലേ? ഇല്ല, എനിക്കറിയത്തില്ല, ഞാൻ ഇത് നോക്കാറില്ല. ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ രസമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവർ പൊക്കോട്ടെ. പക്ഷെ എന്നാലും അവർക്ക് മനസ്സിലാവത്തില്ലടോ. അവർക്ക് എന്താന്ന് പോയിട്ട് ഇവർക്ക് മറ്റേതാണ് ഇവിടെ എന്തോ നടക്കുന്നത് മനസ്സിലാകാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ലോകത്ത് നടക്കണമെന്നറിയില്ല. ഇത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിരിച്ചോണ്ട് ഓടും. ചിലർ ഇങ്ങനെ ദേഷ്യപ്പെടും. ആ ദേഷ്യപ്പെടുന്ന ആളുടെ കുഴപ്പമല്ലേ?
ഒരു കൂട്ട് ചിരിച്ചോണ്ടിരിക്കുക, വേറെ ദേഷ്യപ്പെട്ടിരുന്നാൽ ഇതിനകത്ത് ഏതാ ശരി? ഒരു കഷ്ടമുണ്ട് കേട്ടോ. നമ്മൾ തമാശ പറയുന്നേ ഉള്ളൂ, അത് അങ്ങനെ എടുക്കണം. ഞാൻ ഇത്രയും നാളും പറഞ്ഞില്ല നല്ല തമാശയാണ്. ഈ തമാശക്ക് സീരിയസ് ആയിട്ട് എടുത്തേക്കോ ആൾക്കാർ. ഭയങ്കര കോമഡിയാണ്. നിങ്ങൾ എന്താണ് മനസ്സിലായില്ലേ? അതാണ് നമ്മൾ തമാശ ഓരോന്ന് പറയുന്നത്. ഇന്നലെ ഒരു കോമഡി പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിച്ച് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് വരെ 2 കോമഡി പറഞ്ഞിട്ടോ. ഞങ്ങൾ കൂടുതൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് സ്ക്രീനെ വരത്തിരുന്നത്, അവരും ഒരു കോമഡി പറയാം. കഴിഞ്ഞ ദിവസം നമ്മളോട് പയ്യൻ പറയുക, കോമഡിക്കാരെ കേട്ടോ, കോമഡിക്കഥകളെ പറയാറുള്ളൂ. നീ അല്ലേ വന്ന് നിന്ന് 1 മണിക്കൂർ നിന്ന് നോക്ക് അല്ലേ. നമ്മളിവിടെയൊക്കെ വന്ന് നിന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ പറ, നമ്മൾ എന്തെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ, നമ്മൾ കണ്ടിട്ട് സീരിയസ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുക എന്നിട്ട് അത് ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങൾ അവര് തെറ്റി ഇവര് തെറ്റി ആരോടെങ്കിലും തർക്കിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. അവിടെ ഞാൻ തമാശയാ പറയുന്നത്. അവര് ചിരിക്കുകയൊക്കെ ചെയ്യുന്നു, പോകുന്നു അല്ലേ. അതല്ലേ നടന്നത്. എന്നെ കണ്ടിട്ടുള്ള ആരെങ്കിലും കണ്ടോ ചിരിക്കാതെയോ അല്ലെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്മൾ തമാശ അറിയത്തേ ഉള്ളൂ, അല്ലാതെ സീരിയസ് ആയിട്ടൊന്നും അങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഹാപ്പി ഹോർമോൺസ് റിലീസ് വിട്ട് പിടിച്ചു. അതല്ലേ ഞാൻ ഈ ഒരുപാട് പേര് ചിരിക്കുന്നു, വേറെ കുറെ പേര് ദേഷ്യപ്പെടുന്നു ഇതൊക്കെ കണ്ടിട്ട്. അതെന്താണ് അങ്ങനെ കോമഡി പറഞ്ഞാൽ മനസ്സിലാകാത്ത ആൾക്കാര്? കോമഡി ഇത്രയും നേരം പറഞ്ഞ കോമഡി എത്ര പേർക്ക് മനസ്സിലായോ എന്തോ? അയ്യോ എന്തൊക്കെ വിറ്റായിരിക്കും. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ, സീരിയസ് ആയിട്ട് പറഞ്ഞ വേറെ കാര്യം. ഇത് തമാശയാണ്, സീരിയസ് ആയിട്ട് പറയുക. അവരിത് സീരിയസ് ആയിട്ട് എടുത്തത് എന്റെ കുഴപ്പമല്ല അല്ലേ. ആരൊക്കെയോ സീരിയസ് ആയിട്ട് എടുക്കുന്നു, അവര് ഭയങ്കര സീരിയസ് ആവും. നമ്മളപ്പോഴും ഇവിടെ തമാശ. എങ്ങനെയുണ്ട് തമാശകൾ? തമാശകൾ ഇഷ്ടപ്പെട്ടാൽ അജുവിന്റെ കൊച്ചു കൊച്ചു തമാശകൾ. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കൂടുതലുള്ള തമാശക്കാരെ പറ്റി. തമാശ പറഞ്ഞില്ല, അയ്യോ മറന്നുപോയി. കാരണം ഞാൻ ഈ വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരുന്നപ്പോഴേ ഒരു തെന്നൽ ആദ്യം തെന്നിയതോ പോയിട്ട് പിന്നെ തെന്നി പോകുന്ന അതിന്റെ ആ പരിപാടി ഇത് തെന്നാത്ത കുറെ ആൾക്കാർ. നിങ്ങളൊക്കെ അങ്ങ് അവിടെ അങ്ങ് മരം പോലിരുന്ന് ഈ പരിപാടിയൊക്കെ ഇത്ര അങ്ങനെയൊക്കെ അങ്ങ് ആക്കി തെന്നാതെ വിഷയത്തിൽ തന്നെ അങ്ങനെ ഇരുന്ന് വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഭയങ്കര വിഷയമൊക്കെ ഒരിക്കലും തീരാത്ത കുറെ വിഷയം പിടിച്ച് ഇങ്ങനെ ഭയങ്കര വിഷയക്കാരായിട്ടൊക്കെ ഇരുന്നിട്ട് എന്തുവാ ഇവിടെ നടക്കുന്നത്? അല്ല പോട്ടെ, ഇവനൊക്കെ ഇത്ര വലിയ വിഷയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവാ, എന്ത് പ്രയോജനമാ? ഭയങ്കര വിഷയക്കാരാണ്. എനിക്ക് ഇവരോട് ഒറ്റ കാര്യം, ഞാൻ ഒരു കാര്യം എന്ന് പറയട്ടെ, കോമൺ സെൻസിലെല്ലാം അങ്ങ് ശരിയാവുന്നില്ല, പക്ഷെ കോമൺ സെൻസിൽ ശരിയാവുന്ന കാര്യങ്ങൾ കോമൺ സെൻസിൽ പിടിക്കണം. സത്യം, അതങ്ങനെ പിടിക്കണം. അല്ലാതെ അതിന്റെ ഇടയിൽ കൂടെ വേറെ സാമാനം കയറ്റരുത്. അതിനുള്ളൊരു വീഡിയോ നിന്ന് അതിനുള്ള കോമൺ സെൻസ് ഉണ്ടാവും. ഇല്ല കേട്ടോ, ഉണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ 1 മണിക്കൂർ പോലും ആയിട്ടില്ല. ഇത്ര നേരം കൊണ്ട് ഇത്രയും അറിവുകൾ, ഇത്രയും തമാശകൾ, പിന്നെ ഇത്രയും ചിന്തകൾ. സയൻസ് ശ്രദ്ധിക്കണം. സയൻസ് വളരെ റോബോട്ടിക്സ്, ഇതിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന സ്പിരിറ്റ്, ഡാർക്ക് മാറ്റർ, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജിയെ കുറിച്ചൊക്കെ. പിന്നെ ഞങ്ങൾക്ക് വേറെ പരിപാടി പോസിറ്റീവ്. ഞങ്ങൾ മറ്റേ സമൂഹ നന്മ, ഭൂമി നന്മ, പ്രകൃതി നന്മ, ഭൂമി നന്മ, പ്രപഞ്ച നന്മ. നമ്മുടെ സാധനം അതാ, പ്രപഞ്ച നന്മയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്രയും വലിയ നന്മയൊന്നും ഇവിടെ ഒരുത്തന്റെ ഞാൻ കേട്ടിട്ടുണ്ടോ? ഈ പ്രപഞ്ച നന്മ ഉണ്ടാക്കാൻ ആരും നമ്മുടെ പ്രപഞ്ച നന്മയാണ്. നമ്മൾ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കായി ഒരു ധർമ്മ നടത്തിയാലോ? പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണമെന്ന്. പ്രകൃതിയെ ശരി, സംരക്ഷിച്ചേക്കാ കുറെ പേര് അങ്ങനെയെങ്കിലും ഒന്ന് പ്രകൃതി ഒന്ന് സംരക്ഷിക്കണം. അല്ല, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ചർച്ചയല്ല, മരം. അത് റോഡ് പ്രകൃതി എന്ന് പറഞ്ഞ മരമാണല്ലോ. അതറിയാൻ പാടില്ലേ? അത് ശരിയാണ്. പ്രകൃതി എന്ന് പറഞ്ഞ മരമാണ്. നമ്മൾ വർഷത്തിൽ ഒരു മരം നട്ടാൽ മരം ഒരു വരമാണ്. പ്രകൃതി അങ്ങനെ സംരക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. പ്രകൃതിയിൽ ഇനി ഒരു പ്രശ്നമില്ല. എല്ലാ കൊല്ലം എന്തിനാണ് പിന്നെ നടുന്നത്? ഇവരെങ്ങാനും സീരിയസ് ആയിട്ട് എടുത്തായിരുന്നെങ്കിൽ, ഇവരെങ്ങാനും മറ്റേ മതം എടുത്തായിരുന്നെങ്കിൽ ഇവിടെ മരം നട്ട് ഇവിടെ മനുഷ്യന് ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയത്. അതിനെയൊക്കെ സീരിയസ് ആയിട്ട് നീയൊക്കെ പ്രകൃതി വിരുദ്ധനാണ്. അതാണോ ഈ പ്രകൃതി വിരുദ്ധത? പ്രകൃതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നോടാ എന്ന് പ്രകൃതി വിരോധി.
അല്ലാതെ ഈ മറ്റേ പ്രകൃതി വിരോധ ബന്ധം പോലത്തെ പരിപാടി അല്ലത്. അതല്ല പ്രകൃതി വിരുദ്ധ ബന്ധം അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. ഉണ്ടുണ്ട്. ഇല്ല അതിന് അതെവിടെ ഉള്ളതാ? അതെ അത് ചുമ്മാ അതെവിടെ? അത് കഴിഞ്ഞു പോയി. അതൊരു സമയത്തേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ അത്ര ബന്ധമൊന്നുമില്ല. അത് കട്ടായി. അതിന് ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർക്ക് വിഷമമുണ്ട്. കുറച്ച് പേരുണ്ട്, അവരതെപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ട്. പിന്നെ ഉറക്കെ പറഞ്ഞു നടക്കണല്ലോ. ചില ആളിമാർ ഇപ്പോഴും പറയണോ ഒരു എളുപ്പമില്ല. അത് പറഞ്ഞൊന്ന് പറയുക, മൈക്കൊക്കെ വെച്ച് യൂട്യൂബ് ചാനലൊക്കെ വെച്ച് പറയുന്നുണ്ട്. കൊള്ളാം. അങ്ങനെ യൂട്യൂബിൽ വരെ സാന്നിധ്യം അറിയിച്ച നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ഒരു ഭയങ്കര കോമഡിയാണ്. ഇവന്മാർക്ക് ഒരു തീരെ ബോധമില്ലെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. എന്താണെന്നറിയാം, അവർക്ക് ഇല്ലാത്ത ബോധം. അത് ഇവിടെ വന്ന് പറയരുത് എന്ന് മാത്രം ഒരു ബോധം അവർക്കുണ്ടാണെങ്കിൽ അവരിന് ഇത്ര നാണം കിടത്തില്ല. അവരുടെ പരിപാടിയായിട്ട് അവിടെ തന്നെ ഇരുന്നാൽ മതിയാണ്. അവർക്ക് ഇതും പൊക്കി പിടിച്ച് നേരത്തെ എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടോ ഇവരുടെ നേരത്തെ എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണമായിട്ട് റോഡിലേക്ക് ഇറങ്ങി അതെല്ലാം സംബന്ധിച്ചു അതിനൊരു പ്രശ്നം വരുന്ന എവിടെയാണെന്നറിയോ? ഇതിപ്പോ കൂട്ടം കൂടാൻ പറ്റുന്ന വേറൊരു സ്ഥലം ഞാൻ പറയാം. അവിടെ ഇവർക്ക് ഇതല്ലേ പറയാനുള്ളൂ. അതല്ലോ, അങ്ങനെയല്ല. കൂട്ടം കൂടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ മനുഷ്യൻ ഫിസിക്കലി പ്രസന്റ് ആകുന്ന പറഞ്ഞ ഗ്യാതറിങ് നടക്കുകയാണ്. അവിടെ വരുന്നത് ഈ പാട്ട് കേട്ടിട്ടാണെങ്കിൽ അവരുടെ താല്പര്യക്കാർ അവിടെ എത്തും. ഈ പോസ്റ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്, അവരുടെ താല്പര്യക്കാർ അവിടെ എത്തും. അവർ മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ. അതിനകത്ത് വേറെ പ്രത്യേകത ഉള്ളത്, ആ മൈക്കിൽ കൂടെ തൊലിക്കുന്നവൻ പറയുന്നത് കേൾക്കുന്ന അല്ലാതെ ഇപ്പുറത്തിരുന്ന് ആരെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. അവിടെ വരുന്നവർക്കൊന്നും പറയാനില്ല. പക്ഷേ സോഷ്യൽ മീഡിയ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങ് പറയും. എല്ലാവരും കേൾക്കും. പല അഭിപ്രായമുള്ള പിന്നില്ല. അപ്പൊ എല്ലാവരും പല അഭിപ്രായം അല്ലെന്ന് 27% ഉള്ളവനെ എതിർക്കാൻ അവിടെ 73% നിൽക്കുക എന്നുള്ള മണ്ടൻ ഇവന്മാർക്ക് ബോധമുണ്ടോ എന്ന് ആലോചിച്ച്. 23%കാരനെ എത്ര നിന്ന് കളിച്ചാലും 73%കാരെ സമ്മതിക്കത്തില്ല. അവൻ പറയുന്ന പരിപാടി തോറ്റു. മനസ്സിലായോ? അവന് ലൈക്ക് കിട്ടത്തില്ല. അവന്റെ പോസ്റ്റ് അത്രേ ഉള്ളൂ. ഇവരുടെ നോട്ടത്തിലാണ് അവരുടെ ഈ പറഞ്ഞ പോലെ ഇത്ര വ്യൂ കിട്ടി അത്ര വ്യൂ കിട്ടി. പക്ഷെ അതാണോ വ്യൂ? അതങ്ങനെ വ്യൂ കിട്ടിയിട്ട് കാര്യമില്ല. അതല്ല അതിന്റെ സാധനം. എന്നിട്ട് വേറെ കാര്യമുണ്ട്, റീച്ച് ആയിട്ടില്ലെന്ന്. റീച്ച് ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പോഴും ഈ സാധനം ബൂസ്റ്റ് ചെയ്യുക. വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ അതുകൊണ്ട് തീർന്നു വിചാരിക്കാം. വേറെ കാര്യം താൻ ആലോചിക്കണം. ഈ ദൈവത്തിന്റെ ആൾക്കാർ യൂട്യൂബിൽ വന്ന് പോട്ടെ, അവന്മാരിത് വീണ്ടും അതിനകത്ത് നിന്ന് പറഞ്ഞിട്ടും റീച്ച് ആവുന്നില്ലെന്ന്. റീച്ച് കുറയുക ചെയ്യുന്നത്. റീച്ച് എന്ന് മാത്രമല്ല, ഇവരോടുള്ള താല്പര്യവും പോയി. റീച്ച് കിട്ടത്തില്ല. നല്ല പെരുക്ക് മേടിച്ചോണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിനകത്തുള്ള രസം എന്നറിയാടോ, ഇപ്പൊ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ 3 സാധനത്തെ വെച്ച് ഇങ്ങനെ വെക്കുവാന്ന് വിചാരിച്ചു. ഇവര് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കാണിക്കുമല്ലോ. ഞാനാ മുറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ ഇവിടെ, ഞാനാണ് കിടിലെന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ, ഞാൻ അതുക്കും മേലെ ഇങ്ങനെ നിൽക്കുമല്ലേ. ഇവൻ വലിയ പുള്ളിയാന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞു നീ അത്ര വലിയ പുള്ളിയല്ല. അപ്പൊ തന്നെ എത്ര % ആൾക്കാർ, ഞാൻ പറഞ്ഞ 73 മനസ്സിലായോ? അല്ലാതെ ആരെങ്കിലും അംഗീകരിക്കുമോ? ഈ ഇരിക്കുന്ന മെയിൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് കഠിനമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ അംഗീകരിക്കാനേ പറ്റുന്നില്ല. പിന്നെ അവൻ എങ്ങനെ മനസ്സിലാകുന്നു വേറൊരാൾ അവനെ എങ്ങനെ പറ്റും? അവൻ ഇതിനെ ഒന്നും അംഗീകരിക്കത്തില്ല, പിന്നെ അവർ അംഗീകരിക്കും ഇതിനെ. വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവൻ അത് വിശ്വസിക്കുന്നില്ല, പിന്നെ അവൻ എന്ത് ബോധമുണ്ട്? ഇത്രയും മെജോറിറ്റി പോപ്പുലേഷൻ ഇതിനെ വിശ്വസിക്കാത്തവരല്ല ഇതിനെ വിശ്വസിക്കണമെന്ന് എന്ത് ഒരു ടീം അവൻ റെസ്പെക്ടേ ചെയ്യത്തില്ല ഇതിനൊന്നും. അങ്ങനെ റെസ്പെക്ട് ഉണ്ടാകുന്ന ഈ പ്രശ്നം ഇല്ലല്ലോ. ഇവർക്ക് റെസ്പെക്ട് പോലും ഇല്ല. വേറെ കാര്യമുണ്ട്, ഇവർക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവും. ഇവർക്ക് തമ്മിലൊരു റെസ്പെക്ട് ഇല്ല. ശത്രുക്കളല്ലേ? അവര് പഠിച്ച അങ്ങനെയാണല്ലോ അല്ലേ? എന്താ അവരെങ്ങനെയാ ശത്രുക്കളായത്? ഇവരെ അത് നല്ലൊരു ടോപ്പിക് ആയിരിക്കും. മറ്റു ടോപ്പിക്കിലേക്ക് കിടക്കുന്നത് എവിടെന്നാ തെന്നിയെന്നൊന്നും ഞങ്ങളോട് ചോദിക്കണ്ട. ടോപ്പിക്ക് തെന്നി പോകും. ടോപ്പിക്കാണ് നമുക്ക് തെന്നണം. തെന്നിയല്ല തെന്നലേ തെന്നൽ വന്ന് തീണ്ടും പോത് മനസ്സിലെ. ഒരു മിനിറ്റ് പോലെ ഞാൻ പോയി. അതല്ലോ നിക്ക് ഇത് കേക്ക്. നമുക്ക് ചുമ്മാ സംസാരിച്ച് ഞാൻ പറഞ്ഞുതരാം. മറ്റേ കുഞ്ഞിപ്പിള്ളേരുടെ നമുക്ക് ഇനി സമയമുണ്ട്. അതല്ല ബ്രെയിനായിട്ട് ഇനി ബന്ധമില്ലല്ലോ. നമ്മൾ ഡേറ്റ വെച്ചിട്ടല്ലേ. മാത്രമല്ല നമുക്കുള്ളത് ഏഡ് ഇന്റലിജൻസ് ആണല്ലോ. അത് നമ്മൾ ചോദിക്കുമ്പോൾ പറയുക. അപ്പൊ നമ്മൾ പറഞ്ഞു തന്ന സംഭവം എന്താണ്? തെന്നുന്നതിന് മുമ്പ് തെന്നി പോകുന്നത് നമ്മള് വിഷയങ്ങളിൽ നേരത്തെ ഇവിടെ ഇന്നത്തെ തെന്നുന്നതിന് മുമ്പ് നമ്മൾ ഒരിടത്തും തെന്നി അവിടെ വന്നിട്ട് തെന്നലിനെ പറ്റി പറഞ്ഞുകൊണ്ടാണല്ലോ ആ ടോപ്പിക് ഇപ്പൊ തെന്നേണ്ടി വരുന്നത്. അത് ഏത് വിഷയം എന്ത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? അതെന്താന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒന്നുകൂടി തെന്നിയാലോ? അത് നല്ലൊരു ഐറ്റം ആയിരിക്കും. നിങ്ങൾക്ക് തെന്നൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും തെന്നൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തെന്നൽ വഴുവഴുക്കൽ തെന്നലേ തെന്നലേ. പിന്നെ നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനും ഫ്രീമാനും ജഗദീശ്വരനും ഞാനും ജഗദീശ്വരനും. അപ്പോൾ അത്
തെന്നലേ തെന്നലേ. ചില്ലിമുളമാണോ ഇല്ലിമുളമാണോ? ഇല്ലിമുളോ ആണോ? ചില്ലിമുളോ. എനിക്ക് സംശയം തോന്നി പെട്ടെന്ന്. ഇച്ചിരി അങ്ങോട്ട് അത് ഈ ചില്ലി എന്ന് പറഞ്ഞതിന് കുഴപ്പമുണ്ടോ? ചില്ലി എന്ന് പറഞ്ഞാൽ അത് ചില്ലി പൗഡറാണോ? അല്ല ഇച്ചിരി എന്തോലും ആ പേരായിരുന്നെങ്കിൽ. അല്ല ചില്ലി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലി എന്ന് പറയുമ്പോൾ ഓക്കെ ആണെങ്കിൽ ചില്ലി എന്ന് പറഞ്ഞാലും ഓക്കെ ആവണം. അല്ലെങ്കിൽ സുല്ലി എന്ന് പറയാൻ വേണമെങ്കിൽ ഇല്ലിമുലം, ലില്ലി എന്ന് പറയാം. ലില്ലിമുലം. ലീ തന്നെ തീർക്കണമെന്നുണ്ടോ? ളാളാന്ന് പറയാൻ വെക്കണമെന്നില്ലല്ലോ. എടാ ചില്ലിമുളം കാടുകളിൽ ലല്ലലലം, ചില്ലിമുളം കാടുകളിൽ ലല്ലലാന്ന് കുറച്ചുകൂടെ ബെറ്റർ. കേൾക്കാനൊരു രസമുണ്ട്. രസമല്ല, അതിനകത്ത് കുറച്ചൊരു പ്രാസം വരും. ചില്ലിമുളം കാടുകളിൽ ലല്ലലലം എന്ന് പറയുന്നത് നല്ല ലായ്ക്ക് അത്ര ഇതില്ല, ലായില പിടുത്തം. പാടി ചെന്നിമുളം കാടുകൾ തന്നെ പാടി വരും, ലല്ലലലം പാടി വരും. തെന്നലേ, ആ ലായല്ല, തെന്നലേ തെന്നലേ, അതാണ് ഈ തെന്നൽ. ലല്ലെല്ലാം പാടുമ്പോ തെന്നിപ്പോവും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലല്ലെല്ലാം പാടുകയാണ്. ലല്ലെല്ലാം പാടുകയാണ്. നമ്മൾ ലല്ലെല്ലാം പാടുന്നവരാണ്. ലല്ലെല്ലാം ചെല്ലുന്ന ചെല്ലക്കിളികൾ. വേടനെ പറ്റി ഒന്നും പറയണ്ട. വേടന്റെ ഏകദേശം എനിക്ക് തോന്നുന്നില്ല. വേടൻ ഇനി കുറച്ചു നാളത്തേക്ക് കാണത്തില്ല. വേടൻ നൈസായിട്ടൊന്ന് മാറി നിൽക്കുക. ഡബ്സി ഇടയ്ക്കൊന്ന് മാറി നിന്നിട്ട് മറ്റേ അതിന്റെ നടുക്കത്തെ പേജ് കീറിയെന്നോ, നടുപ്പേജ് കീറിയെന്നോ എന്തോ പാട്ട്. കുഴപ്പമില്ല, രസമുണ്ട്. എന്ത് രസം? അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് എന്ത് ഇഷ്ടപ്പെടേ? എന്തെങ്കിലുമൊക്കെ കേട്ടാ പോലെ നമ്മൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വേറെ കാര്യം ഭയങ്കര വലിയ പ്രശ്നം ഇഷ്ടപ്പെടാതെ ഇരിക്കേണ്ട. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇത്രയും നേരം വീഡിയോ കണ്ടവർക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു വിഷയത്തിൽ നിന്ന് തെന്നിപ്പോയാൽ, നിങ്ങൾ ഒത്തിരി പേരിനകത്ത് തെന്നിപ്പോയിട്ടുണ്ട്. എവിടെ നിന്നാണെന്നറിയോ? ഞാനൊരു കഥ പറയാം അല്ലെങ്കിൽ ഒരു തമാശ പറയാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആ തമാശ പറഞ്ഞില്ല. നിങ്ങളത് അവർ ഓർത്തിരിക്കും. അവര് തെന്നി, പലരും തെന്നിയവർ ഒരുപാട് പേരുണ്ട്. തെന്നിയവരാണ് നമ്മളെ ആളുകൾ. തെന്നാതെ അവിടെ ഇരുന്നിട്ട് ആ ഒരു പാട്ട് അല്ല ആ ഒരു കോമഡി എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏങ്ങിയവർ അല്ല. ഞാൻ ആ തമാശ ഒരു കാര്യം പറയാൻ നമ്മുടെ കൂട്ടത്തിലെടുത്തും പറഞ്ഞ തമാശയാണ്. ഒരു പയ്യൻ വന്നിട്ട് തമാശ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം പറഞ്ഞു. ഇതൊരു തമാശയാണ്. ആ തമാശ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ തമാശ പറയുന്നില്ല. ഇല്ല, അത് പറയും. അല്ല, എനിക്ക് തമാശ അറിയാം. തനിക്ക് ഓർമ്മയില്ലേ? എനിക്കറിയാം തമാശ. ആ തമാശ എന്താ തനിക്കറിയാലോ. പക്ഷെ എനിക്ക് ഞാൻ ഈ തമാശ ഇനിയിപ്പോ പറയുമ്പോൾ ഞാൻ ചിരിക്കണമെന്നാണ് എന്റെ ഡൗട്ട്. ആ തമാശ നമുക്ക് ചിരി വരാൻ സാധ്യതയുണ്ട്. എന്തെന്നറിയോ? എന്തെന്നറിയോ, നമ്മൾ ഇവരോട് പറയുമല്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇവര് ചിരിക്കത്തില്ല. തിരിച്ചിട്ട് ഇങ്ങനെ കാണിക്കണം, എന്നിട്ട് അങ്ങോട്ട് ഓടുക. പുറത്തോട്ടിറങ്ങി ഓടിയാൽ തിരിച്ചു പോന്നാ മതി. അതുവഴി ഞാൻ പോകരുത്. അതുവഴി ഞാൻ പോകരുത്. പോയാൽ ഇത് പോയി കട്ടായി പോകും. അത് ശരിയാ. പിന്നെ അടുത്ത തമാശ വേണ്ടേ? അപ്പൊ ഇതെന്ന് വെച്ചാല് ആ തമാശ പറയാൻ ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്ന നിങ്ങൾ നിമിഷം ആണിത്. അതെ, അപ്പൊ അതായത് ഇത്രയും നേരം നിങ്ങൾ അത് വെയിറ്റ് ചെയ്തു. നിങ്ങൾ ചിലപ്പോൾ അപ്പൊ അത് കേട്ടിട്ട് ആ തമാശയെ പോരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് എത്രത്തോളം ശരിയായ ഒരു മാനസികാവസ്ഥയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തോ ഉദ്ദേശമുണ്ട്. എന്തോ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം എന്താണ്? എന്ത് നിന്റെ ഉദ്ദേശം? നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? തമാശ പറയാന്ന് പറഞ്ഞാല് ഇങ്ങനെ വന്ന് പറയുന്ന ഒരു പരിപാടിയാണെന്ന് ആണെങ്കിൽ അങ്ങനെ ഒരു തമാശ ഉണ്ട്. അല്ല, അങ്ങനെ ഒരു തമാശ ഉണ്ട്. അതൊരു പ്രത്യേക തമാശ. അതിനകത്ത് അതാണ് മറ്റേ തമാശ. ഏതെന്നറിയോ? ബാർബറാണെന്ന് കരുതി ഹോട്ടലിൽ കയറിയ വേറൊരു കാര്യം ആ സാധനത്തില് ശ്രീനിവാസൻ എഴുതിയതാണ്. ആണോ? ഞാൻ ഓർത്തിതേതോ വനിത ബന്ധുക്കളുടെ പഴയ സാധനം ശ്രീനിവാസൻ എടുത്ത് അടിച്ചാന്ന് ഓർത്തത്. പക്ഷെ ശ്രീനിവാസൻ എഴുതിയ സാധനം. അപ്പൊ നീ ശ്രീനിവാസൻ കൊള്ളാന്ന് തോന്നി. ശ്രീനിവാസ മോനെ, മോനെന്ന് വിളിക്കല്ലേ. ശ്രീനിവാസന്റെ മോനാന്ന് കരുതിയാ മറ്റോ വന്ന് പാട്ട് പാടി സിനിമ എടുക്കുകയൊക്കെ ചെയ്യും. വേറെ ഇതുങ്ങള് ഭയങ്കര പ്രശ്നം കേട്ടോ. എന്തിനാണ് ഞാൻ തമാശ തമാശയോടുകൂടി തീർക്കാം. ലാസ്റ്റ് ഈ തമാശയാണ്. തനിക്ക് ഒരു തമാശ പറയാനില്ല. എനിക്ക് തമാശയില്ല. എനിക്കൊരു തമാശ പറയില്ല. എന്റെ തമാശകൾ ഇല്ല ഇപ്പൊ. ഇല്ല, സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുക്കാം. ഞാൻ നാളെ ഒരു തമാശയായിട്ട് വരും. മനസ്സിലായി. പുതിയ തമാശ നാളെ പുതിയ തമാശയായിട്ട് വരും. കുറെ തമാശ കഥകളുണ്ടേ. അപ്പൊ നമ്മളിങ്ങനെ പറയാൻ പറ്റില്ല. അതാ പ്രശ്നം. ചില തമാശകൾ ഇവിടെ പറയാൻ പറ്റത്തില്ല. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് വേണേ ഒൺലി ഫാൻസ് വന്നാൽ മതി. നമ്മൾ ഇവിടെ പറയാൻ പറ്റാത്ത പെയ്ഡ് തമാശകളുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് അല്ലല്ലോ എന്താ പറയുന്നത്? അങ്ങനെ തന്നെ തോന്നുന്നു. സബ്സ്ക്രിപ്ഷൻ. അത് നമ്മുടെ പെയ്ഡ് ചാനൽ എടുക്കണം. സബ്സ്ക്രിപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ തമാശകൾ പറയുന്നതായിരിക്കും. അത് ഭയങ്കര തമാശയായിരിക്കും. ഇങ്ങനത്തെ ചിരിയൊന്നും അല്ല.
സൂപ്പർ ആയിട്ടിരിക്കുക. ഫുള്ളായിരിക്കും ഫുള്ള് തമാശ. ഇപ്പൊ കാണുന്നല്ല, കുറച്ചും കൂടി കൂടും. നിങ്ങളുടെ ചിരി നിങ്ങൾക്ക് ചെറിയ തമാശ കിട്ടുന്നതാണ്. അങ്ങോട്ട് വന്ന് ഇതിനും കൂടുതൽ തമാശ കാണിക്കുക. പിന്നെ ഒന്ന് വന്ന് നോക്ക്, കാണിച്ചു കളയും. അതൊക്കെയാണ് ഞങ്ങൾക്ക് താല്പര്യം. ഇത് പക്ഷെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഞാൻ കാണിച്ചല്ല തമാശ. അയ്യോ ഇപ്പോഴും തമാശ കേട്ടോ. അതായത് ഇനി അത് പറയും അല്ലെ, മോശം. അതെ, നമ്മൾ ഇത്രയും സമയം ഓടുന്നുണ്ടോ നോക്കട്ടെ, ഇടയ്ക്ക് ഇത് കട്ടായി പോടും. അതാണ് ഏറ്റവും വലിയ തമാശ. ഇതെങ്ങാനും കട്ടായി പോയി കോമഡി തമാശ പറയാൻ നേരത്തെ ഇതെങ്ങാനും ഓഫ് പറഞ്ഞാൽ നമ്മൾ കോമഡി ആയി. അതായത് നമ്മുടെ കൂട്ടുകാരൻ്റെ വല്യപ്പൻ മരിച്ചു. വല്യച്ഛൻ മരിച്ചെന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, വല്യപ്പൻ, വല്യമ്മ, 2 മക്കളുള്ള കുടുംബത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൻ രാവിലെ ജോലിക്ക് പോയി. അപ്പോൾ വീട്ടിൽ ഈ പുള്ളി വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ഈ പയ്യൻ പഠിത്തം കഴിഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ അവനിങ്ങനെ അപ്പച്ചൻ വീട്ടിൽ കിടന്ന് മരിച്ചപ്പോൾ ഇവന് അപ്പനെ ഫോൺ ചെയ്തു, പപ്പ വല്യപ്പൻ മരിച്ചു. ഒന്നേ അപ്പൻ, നീ എന്താ എന്നോട് നേരത്തെ പറയാനിരുന്നു. ഇതെപ്പ പറഞ്ഞാലും അതൊരു സാധനം ആർക്കേലും കേൾക്കാൻ പറ്റിയത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. ഇതുപോലൊക്കെ കേട്ടായിരിക്കും മറ്റേ കോമഡിയൊക്കെ. ഇവർ വലിയ കാര്യത്തിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് വന്ന് സിനിമ എടുക്കുന്നത് കൊണ്ട് പലയിടത്ത് പറഞ്ഞ കഥയൊക്കെ കേട്ടതാവാനും മതി. എല്ലാം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അങ്ങനെ ആരും പറഞ്ഞത് വിശ്വസിക്കരുത്. എന്നെ ഉണ്ടാക്കല്ലേ, അല്ല പിന്നെ തെളിയിക്കണം. തെളിവ് വേണം, കണക്ക് വേണം. മനസ്സിലായി? അല്ലാതെ ഈ 2 സാധനങ്ങൾ ഇല്ലാത്ത ഒരു പരിപാടി നമ്മൾ എടുക്കത്തില്ല. കണക്കും വേണം, അല്ലേ? കണക്കണം. അതാണ് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി. ഞാൻ ഇനി അത് പരസ്യം. ഇത് ഈ പരസ്യം കുറെ വരുന്നുണ്ട്. ഈ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ആപ്പ് വരുന്നുണ്ട്, വെബ് ആപ്പ്. അപ്പൊ അതിനകത്ത് പരിപാടി ഇതാ, തെളിവും കണക്കും ഇല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. ആരെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നേ? ഇത് രണ്ടും ഇല്ലാത്ത എങ്ങനെയാ? അതിനോട് എങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു നിങ്ങളടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയുക, അങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ ശരി, അതേണ്ടേ വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോകുമ്പോൾ ഇത് അലക്കുമെന്നൊക്കെ ഉറപ്പുള്ള സാധനം പരസ്യം വെക്കണം, അങ്ങനെയൊക്കെ തന്നെയാണ്. മറ്റിടത്ത് ഈ ചാരിറ്റി പോലത്തെ സ്ഥലത്ത് പൈസ ഇടുമ്പോൾ എവിടെ കൊടുത്തു, എത്ര കൊടുത്തു, ആരെടുത്തു എന്നറിയത്തില്ല എന്ന് പറയുന്ന സാഹചര്യമാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഉള്ളത്. അങ്ങനെയാതിരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായ കണക്കറിയത്തില്ല. ഗവൺമെന്റ് അങ്ങനെയാ, എല്ലാം പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പള്ളി അങ്ങനെ എല്ലാം. ആ ഫണ്ട് എങ്ങനെ ഉപയോഗിച്ചു, ആരുപയോഗിച്ചു, ഇവർക്കൊക്കെ എന്തൊക്കെ, ആർക്കൊക്കെ എവിടെയൊക്കെ എത്തി, എന്തെല്ലാം ചെയ്തെന്നുള്ളത് കൃത്യമായ കണക്കും കാണണം, അതിനുള്ള തെളിവും കാണണം. തെളിവെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അവിടെ ഉണ്ടായിരിക്കണം. വേറെ കോമഡി ഇത്ര നേരം പറഞ്ഞാല് ഇത് കണ്ടോണ്ടിരിക്കണവർക്ക് ഇതായിരിക്കും തമാശ. അതറിയാമോ? അതൊരു ശരിയായ സത്യം മാത്രം. ശരിയായ സത്യം ഈ തമാശ എങ്ങനെയുണ്ട് കൊണ്ടുപോകും അല്ലേ? മറ്റൊന്നും ഇഷ്ടപ്പെടില്ല, ദേഷ്യം, അതിനൊക്കെ തെറിയും. ഇതിനെ ചിരിച്ച് മരിക്കും. ഇത്രയും വലിയ കോമഡി, ഇതുപോലൊരു കോമഡി, ട്രാൻസ്പെറൻസി. എന്ത് മണ്ടത്തെയും പറയാം. ട്രാൻസ്പെറൻസി ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ എന്ന്. ഇവൻ എന്തൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നത്? ഇവൻ പറയുന്ന കാര്യം വല്ലതും നടക്കുമോ? 2036 ഞാനൊരു മുഖ്യമന്ത്രി ആ ഒരു സാധനം ചെയ്യും. അതിനകത്ത് എല്ലാവരും സഹകരിക്കണം. അതോടെ ഈ പ്രശ്നം ഒറ്റയടിക്ക് പരിപാടി തീർത്തു തരാം. പിന്നെ കറപ്ഷൻ ഉണ്ടാകത്തില്ല, സീറോ. സിസ്റ്റം ശരിയാക്കി കാണിച്ചു തരാന്ന് പറഞ്ഞു ഒറ്റയടിക്ക്. അതിനിപ്പോൾ അടുത്ത ഇലക്ഷൻ ഞാൻ ഇന്ന് നടക്കത്തില്ല. എനിക്ക് കുറച്ച് ഗ്രൗണ്ട് വർക്ക് ചെയ്യാനുണ്ട്. ഞാൻ കേരളം മൊത്തം നടന്ന് പ്രചരിപ്പിക്കും, ഇങ്ങനെ വീഡിയോ ഇട്ടോണ്ടിരിക്കും, ഇതെല്ലാം ആൾക്കാരെ പഠിപ്പിച്ചോണ്ടിരിക്കും. പഠിച്ച് 10 വർഷം പഠിക്കുമ്പോൾ ഇപ്പോൾ 8 വയസ്സുള്ള പിള്ളേരെ തൊട്ട് പഠിപ്പിച്ചു തുടങ്ങിയാൽ ആ ഏത് വയസ്സ് പോപ്പുലേഷൻ ആവും. ഐഡിയ പറഞ്ഞു കൊടുക്കരുത്. ഇവര് ഇതേ പരിപാടിയൊക്കെ അവതരിപ്പിക്കും. ഇല്ലല്ലോ, അവർ പോയി പഠിപ്പിക്കും. പക്ഷെ അവർ പഠിപ്പിക്കുന്ന വേറെ ചില കാര്യങ്ങൾ അതിന് എടുക്കത്തില്ല. ഇനിയുള്ളവർക്ക് വേണ്ടത് ഇതാ. അവരോട് നമ്മൾ ആദ്യം ഇത് പറഞ്ഞു കൊടുക്കും. മോനെടാ, ഇതിനകത്ത് കുഴപ്പമുണ്ട്, ശ്രദ്ധിച്ചാൽ നൈസായിട്ട് നീ പൈസ കൊടുത്തു, എന്നിട്ട് കണക്കെവിടെ, നീ എന്ത് ആർക്ക് കിട്ടിയോ, പാവപ്പെട്ടവനെല്ലാം കിട്ടിയോ, അറിയോ? എന്നിട്ട് 10 ലക്ഷം ചോദിച്ചപ്പോൾ 40 ലക്ഷം കിട്ടും, അതിന് 30 അതെന്ത് കറക്റ്റായിട്ട് കാണിക്കാത്ത? അതല്ലേ പോട്ടെ. ഇത് ഇത്രയും നാൾ എന്തൊക്കെ ചെയ്തെന്നുള്ളതിന് കണക്കുണ്ട്. എത്ര രൂപ മൊത്തം കിട്ടിയെന്നുള്ളതിന് കണക്കറിയോ നിനക്ക്? ഈ കൊടുക്കുന്ന ഒരു സ്ഥലത്തോട്ട് ഞാൻ 100 രൂപ കൊടുത്തോളം വിചാരിക്കുക. പക്ഷേ ഈ എനിക്കിത് കിട്ടുമ്പോൾ ഞാൻ ഇന്നേ വരെ പൊതുജനത്തിൻ്റെ എത്ര രൂപ മേടിച്ചെന്ന്, ചിലപ്പോൾ 1 കോടിയായിരിക്കാം, 10 കോടിയായിരിക്കും, 100 കോടിയായിരിക്കും. അതിനകത്ത് ഞാൻ 100 കൊടുക്കുമ്പോൾ പോലും, ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഒരാളെ നോക്കുമ്പോൾ കാണണം ആ 100 കോടി അവർ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് അറിയണ്ടേ? അറിയണം. അതല്ലേ കണക്ക്, അതാണ് കണക്ക്, അതല്ലേ തെളിവ്. അതിനുള്ള തെളിവും വേണം. കാരണം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഡോക്യുമെന്റ്സ് വേണം, എവിഡൻസ് എന്തെല്ലാം കൊടുക്കാം അതെല്ലാം വേണം. നമ്മളെ ഇപ്പോൾ ഉള്ളത് സ്റ്റേറ്റ്മെന്റ്സ്, വീഡിയോ എവിഡൻസ്, പിന്നെ സാക്ഷ്യങ്ങൾ, ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഈ റിക്കവറി ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അവർ ഈ പറഞ്ഞ എന്തെങ്കിലും രോഗത്തിൽ ചികിത്സിച്ച് ഭേദപ്പെട്ട ആൾക്കാരുടെ റിക്കവർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്, പിന്നെ ഇതിന് ചിലവായ പൈസയുടെ ബില്ല്.
പിന്നെ ഇതിന് റിക്വസ്റ്റ് ചെയ്ത ആൾക്കാരുടെ സാക്ഷിമൊഴികൾ. ഇത്ര സാധനം കാണാമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തറിഞ്ഞോണ്ട് ഈ കിടന്ന് കളിക്കുന്ന എല്ലാവരോടെ അതിനെ മാറ്റണ്ട. അത് മാറ്റിയ പ്രശ്നം തീർന്നു. കറപ്ഷൻ എന്ന് പറഞ്ഞ സാധനം തീർന്നാൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ജീവിക്കാം. ഇത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കേ ഇതിനകത്ത് ഈ പേടിക്കുന്ന എന്തിനാ ഇവര് കഴിയുമ്പോഴേക്കേ ഈ AI ഇങ്ങനെ ഭയങ്കര അങ്ങോട്ടാടും. അപ്പൊ ഇത് സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വന്നതിന്റെ കണക്ക് അവിടെ ഉണ്ടാവും, പോയതിന്റെയും കണക്കുണ്ടാവും. അത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സിസ്റ്റം അങ്ങനെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇനി അതിപ്പോ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് 2018 പറഞ്ഞ സാധനം ഏത് അല്ലേ ഈ സാധനം 2018 തുടങ്ങി 2020 ഞാനത് വെബ്സൈറ്റ് ആക്കി. അത് കഴിഞ്ഞ് വെബ്സൈറ്റ് കൂട്ടി. അത് വേറെ കാരണങ്ങളോട് എൻ്റെ കുഴപ്പം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുഴപ്പം മാത്രമല്ല, എനിക്ക് ചെറിയ കുഴപ്പമുണ്ട്. ഈ മറ്റേ ചില പ്രശ്നങ്ങളുണ്ട്. ആവശ്യമില്ലാത്തടത്ത് ചെന്ന് ഇതൊക്കെ കൊടുക്കാൻ നോക്കും. അപ്പോൾ അത് അങ്ങനെ അത് നിന്ന് പോയിട്ട് പിന്നെ ഇപ്പോൾ ആപ്പ് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയതുകൊണ്ടാണ് ഈ ആപ്പ് ഉണ്ടാക്കുന്നത്. ആപ്പ് ഞാനല്ല ഉണ്ടാക്കുന്ന, ആപ്പ് കമ്പനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പൈസ അടക്കമുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. ഇതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അത് ഈ സാധനത്തിൽ നിന്നൊക്കെ ഞാനത് റിക്കവർ ചെയ്യും. അല്ലെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സാലറി എടുത്ത് ജോലിയും ചെയ്യും. ഞാൻ ചെയ്യുന്ന ഇത്രയും ജോലി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടും അത്ര തന്നെ എനിക്കും കിട്ടും അല്ലേ? അല്ലാതെ കൂടുതൽ സാലറി ഉണ്ടാക്കി ഇതൊക്കെ താൻ ഉണ്ടാക്കിയതായതുകൊണ്ട് തനിക്ക് തന്നെ പരിപാടി നടത്താൻ പറ്റില്ല. അങ്ങനെ പറ്റുന്ന സ്ഥലമല്ല. എനിക്ക് അടിച്ചു മാറ്റാനും പറ്റില്ല. ഞാൻ വിചാരിച്ച അതിനകത്ത് എടുത്തുകൊണ്ട് ഓടാനും പറ്റില്ല. ഞാൻ ഓടിയാലും ഞാൻ കള്ളനാണ്. അപ്പോഴും കാണാൻ പറ്റും. അപ്പോഴും മുതലാളി എടുത്തുകൊണ്ട് ഓടി എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ മുതലാളി ഇല്ല. ഞാൻ പറയുന്ന മുതലാളിയുടെ പൊസിഷൻ കട്ടാ. തൊഴിലാളികളുണ്ട്, എല്ലാവരും തൊഴിലാളികളാണ്. ഞാനടക്കം നമ്മളെല്ലാവരും തൊഴിലാളികളാണ്. നമ്മളെല്ലാവരും തൊഴിലെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ തൊഴിലാളികൾ എവിടെ പോയി വെള്ളം തൊഴിലെടുക്കും. നമ്മൾ തൊഴിലെടുത്ത് ജീവിച്ചോളും. നമ്മൾ തൊഴിലാളികളാണ്. മുതലാളി ആവശ്യമില്ല. നമ്മൾ മുതലാളികളല്ല. ശരി.